ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. സ്റ്റാലിനെ വിട്ട് മമതയെ വാഴ്ത്തി തൃണമൂലായ PV അൻവർ പുതിയ പരീക്ഷണങ്ങളിലാണ്. നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ച് ഇനി നിലമ്പൂരേക്കില്ലെന്ന് ആണയിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ് പുതിയ പരീക്ഷണം? അതിൻ്റെ റൂട്ട് അൻവർ തന്നെ വ്യക്തമാക്കി. ചേലക്കരയിലെ പോലെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറോ നോമിനിയോ മത്സരിക്കില്ല. UDFനെ പിന്തുണയ്ക്കും. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, മുഖ്യശത്രു ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് കിട്ടരുത്. അതിനുള്ള പണി തുടങ്ങി. അൻവറിൻ്റെ കോൺഗ്രസ് നോമിനി VS ജോയിയാണ്. ഷൗക്കത്തിനെ കണക്കിന് പരിഹസിക്കാനും മറന്നില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അൻവർ തീരുമാനിക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ചിട്ടും കോൺഗ്രസ് നേതാക്കളാരും കാര്യമായി അൻവറിനോട് വിയോജിച്ചില്ല. ആര്യാടൻ ഷൗക്കത്തിനെ ആക്ഷേപിച്ചിട്ടും നേതാക്കൾ ആര്യാടൻ്റെ തുണയ്ക്കെത്തിയില്ല. VD സതീശനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച 150 കോടിയുടെ അഴിമതി ആരോപണം പിൻവലിച്ച് അൻവർ സതീശനോട് മാപ്പു പറഞ്ഞു. തൊട്ടുപിന്നാലെ പ്രതിപക്ഷ നേതാവ് ആ മാപ്പ് സ്വീകരിച്ചു. UDFിലേക്കുള്ള അൻവറിൻ്റെ റൂട്ട് ഇങ്ങനെയാണ് കൂടുതൽ വെളിപ്പെടുന്നത്. PC ജോർജിൻ്റെ ഗതിയും അനുഭവമാണ് അൻവറിനെയും കാത്തിരിക്കുന്നതെന്ന് അൻവർ തന്നെ ഓരോ ചാട്ടത്തിലൂടെയും സ്വയം വെളിപ്പെടുത്തുകയല്ലേ. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, അഡ്വക്കേറ്റ് PM നിയാസ് കോൺഗ്രസ്, A സജീവൻ മാധ്യമപ്രവർത്തകൻ. ആദ്യം വസീഫിലേക്ക്. വസീഫ്, ഈ നിലമ്പൂർ ഡീല് ഇന്ന് രാജിവെച്ച് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു വെച്ചതൊക്കെയും പരിശോധിച്ചാൽ, അല്ലെങ്കിൽ കുറേ നാളുകളായി നടത്തിവന്ന പരീക്ഷണങ്ങൾ, ആദ്യം ചെന്നൈക്കൊരു പോക്കുപോയി, DMK ആയി ഒരു ദേശീയ പാർട്ടിയുടെ പ്രതിനിധിയായി കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു പയറ്റു നോക്കി. അത് നടക്കുന്നില്ല, സ്റ്റാലിൻ അത് അനുവദിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നേരെ അത് കൊൽക്കത്തയ്ക്കായി. ഏറ്റവും ഏതായാലും ഒരു രാഷ്ട്രീയ അഭയം തൃണമൂൽ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് വന്ന് രാജിക്കത്ത് കൊടുത്തു. നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചു. അതിനുശേഷം പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ CPIM LDF വിലയിരുത്തുന്നത് എങ്ങനെയാണ് അൻവറിൻ്റെ പുതിയ നിലമ്പൂർ ഡീല്? അത് ശരത്തെ, നമുക്കറിയാം അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കോൺഗ്രസിനോടും അതുപോലെ മുസ്ലിം ലീഗിനോടും ഒക്കെ കടുത്ത വിയോജിപ്പ് പറഞ്ഞ് വളരെ എക്സ്ട്രീമായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ ശ്രദ്ധ നേടുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് നിലമ്പൂരിൽ അങ്ങനെ ഒരു 2 തവണ സ്വതന്ത്രനായി മത്സരിച്ച ഒരാളെ അടുത്തൊരു തവണ ഞങ്ങൾ പിന്തുണച്ചു. MLA ആയി വീണ്ടും MLA ആകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങൾ, ആദ്യം ഒരു സംഭവം ഉന്നയിച്ചു, അതിൽ നിന്ന് മറ്റൊരു സംഭവത്തിലേക്ക് പോകും, അങ്ങനെ പല സംഭവങ്ങൾ ഉന്നയിച്ചു പോകുക. എന്നാൽ ഉന്നയിച്ച കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയോ ഒരു കൃത്യതയോ ഒന്നുമില്ല. അങ്ങനെ പോകുന്ന സാഹചര്യമാണ്. എന്നിട്ടും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എല്ലാം വളരെ കൃത്യമായി തന്നെ, കാരണം ഒരു MLA ആണല്ലോ, ജനപ്രതിനിധിയാണല്ലോ, അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളോടൊക്കെ ഒരു അനുഭാവപൂർവമായ സമീപനം, അതായത് അന്വേഷിക്കാം എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും ആ ആരോപണങ്ങളെല്ലാം കൃത്യമായി അന്വേഷിക്കുന്നതിന് വേണ്ടി ഉന്നതതല സംഘത്തെ നിയോഗിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അതൊന്നുമല്ല എൻ്റെ പ്രശ്നം മറ്റെന്തോ ആണ് എന്നുള്ളതാണല്ലോ ഇപ്പോൾ കാണുന്നത്. ഇതിൽ നിന്നൊക്കെ ആളുകൾക്ക് ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ ചിന്തിക്കുന്നവർക്ക് പലതും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഉണ്ട്. ഇവിടെ ഇപ്പോൾ പാണക്കാട് പോയി, അതോടൊപ്പം തന്നെ അതിനു മുമ്പ് DMK കാണാൻ പോയി, അതിന് ഇപ്പോൾ തൃണമൂലിലെത്തി, ഒക്കെ നിൽക്കുന്നൊരു സാഹചര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത എവിടെയൊക്കെയോ ഉണ്ട് എന്നത് തന്നെയാണ്. അതൊക്കെ വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരിലോ തന്നെ പുറത്തു വരും. അതിലൊരു തർക്കമില്ല. DMK ഒക്കെ സ്വീകരിക്കാതിരുന്ന സാഹചര്യം വന്നു. പിന്നെ സ്വന്തം തന്നെ DMK ആയി ഒരു സ്ഥാനാർത്ഥിയാക്കി. പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. അത് UDF പിന്തുണ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. അത് UDF പിന്തുണ ആവശ്യപ്പെടാതെ തന്നെ അങ്ങ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായി. ഇപ്പോൾ പിന്നെ ഇവിടെ തന്നെ നമുക്കറിയാം, ഞങ്ങളാരും തന്നെ ഉന്നയിക്കാൻ മടി കാണിക്കുന്ന തരത്തിലുള്ള ആക്ഷേപകരമായ ആരോപണങ്ങളും മറ്റുമാണ് ഇദ്ദേഹം വളരെ ലാഘവത്തോടു കൂടി ഉന്നയിക്കാറ്. നേരത്തെ ഇടതുപക്ഷത്തിലുണ്ടാകുന്ന സമയത്ത് തന്നെ പല തവണ അദ്ദേഹത്തോട് പറയാവുന്ന തരത്തിൽ പറയേണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം. അതൊക്കെ ഒരു സ്വതന്ത്രനാണല്ലോ. എന്നിരുന്നാൽ പോലും പാർട്ടി ഘടകങ്ങളിലൊന്നും ഇല്ലല്ലോ അദ്ദേഹം. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ പോലും DNA പരിശോധിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു വല്ലാത്ത തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചു പോകുന്ന, അതിലൂടെ ഒരു മീഡിയ അറ്റൻഷൻ നേടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി.
ഞങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തുന്ന പല ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും ഒക്കെ UDF-നെതിരെ ഉന്നയിച്ച് ഇപ്പോൾ അതിൽ നിന്നൊക്കെ കൈകഴുകി ഞാനെന്തോ വേറെ ആരോ പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്, അതൊക്കെ അങ്ങനെയൊക്കെ ആക്ഷേപം ഉന്നയിച്ചാൽ എൻ്റെ ശരത്തെ ഇതൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുമോ? ഇത്ര ലാഘവത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു കാര്യമുണ്ട്, ഞാനത് പലപ്പോഴും സൂചിപ്പിക്കാറുണ്ടായിരുന്നു. മലപ്പുറത്താണ് പോലീസ് കേസ് ഏറ്റവും കൂടുതൽ എന്നുള്ളത്. അതിലൊരു അപകടകരമായ ഒരു ധ്വനിയുണ്ട്. അത് മലപ്പുറത്തെ പോലീസ്, ഇപ്പോൾ പോലീസിനെ ആക്ഷേപിക്കുന്ന ഒരു കാര്യമെന്ന് തുടക്കത്തിൽ നമുക്കറിയാം, അവിടുത്തെ മരം മുറിച്ചു, അതിനു മുമ്പ് IAS-കാരുടെ ആക്ഷേപം, അവരുടെ സംഘടന ഇദ്ദേഹത്തിനെതിരെ പ്രതികരണം, പിന്നെ മരം മുറിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഒരു പ്രതിഷേധം, അവിടെ കുത്തിയിരിപ്പ് സമരം, അങ്ങനെ വരിക. പിന്നെ പറഞ്ഞു സൊമോട്ടോ കേസുകളുടെ വർധനവ്, അവിടുത്തെ FIR-കൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്താണ് എന്ന ആക്ഷേപം ഉന്നയിക്കുക. അത് പിന്നീട് കണക്കുകൾ പുറത്തു വന്നു. പക്ഷേ ഇതൊന്നും കേരളത്തിൽ മറ്റാരും പിന്നെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുന്നില്ല. കണക്കുകൾ പുറത്തു വന്നപ്പോൾ മലപ്പുറത്തല്ല ഏറ്റവും കൂടുതൽ കേസുകളുള്ളത്, മലപ്പുറത്താണ് കേസുകൾ കൂടുതലുള്ളത് എന്നുള്ള കണക്ക് പുറത്ത് വിടുമ്പോൾ ഇദ്ദേഹം ഈ ഉദ്ദേശിക്കുന്നത് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയുടെ ഒരു പിന്തുണയാകെ എനിക്ക് കിട്ടും, അതിൽ മറ്റെന്തോ ഒരു താല്പര്യം ഈ പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് മലപ്പുറത്ത് കേസുകൾ അധികം വരുന്നത് എന്നൊക്കെ ഒരു ധ്വനി വരുത്തുകയാണ്. ആ ധ്വനി അപകടകരമാണ്. പക്ഷേ പോലീസും അത് ബന്ധപ്പെട്ടവരുമൊക്കെ ഈ കണക്കുകൾ പുറത്തു വിട്ടപ്പോൾ അങ്ങനെയല്ല. ഞാൻ നോക്കിയപ്പോൾ കോട്ടയത്ത് വരെ മലപ്പുറത്തേക്കാൾ കൂടുതൽ കേസുകളാണ്. മലപ്പുറത്തിൻ്റെ അത്ര ജനസംഖ്യ ഇല്ലല്ലോ കോട്ടയത്ത് കേസുകൾ കൂടുതലാണ്. എത്രയോ കൂടുതലൊക്കെ കോട്ടയത്തെ കേസുകൾ കൂടുതൽ. തിരുവനന്തപുരം റൂറലിൽ നല്ല കേസുകളുണ്ട്, പല ജില്ലകളിലും ഉണ്ട്. അപ്പോൾ അതിലൊരു അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയൊന്നും കേസുകളുടെ നമ്പറുകളിലില്ല. പക്ഷെ അങ്ങ് ഉന്നയിച്ചിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയൊരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. പിന്നെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ കേട്ടില്ലേ നിങ്ങൾ? മലപ്പുറത്ത് ഒരു ഫൈസൽ നടേരി എന്നാണ് പേര്, മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് മുസ്ലിം ലീഗിൻ്റെ. നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അതൊന്നും വലിയ വാർത്ത വരുന്നില്ല. CPM-ൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ പോട്ടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് മെമ്പറോ ആണ് സ്വർണം കടത്തിയത് എങ്കിൽ കേരളത്തിലുടനീളം ഇത്ര ദിവസം മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യും. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്വർണം കടത്തിയതിന് പിടിയിലായി ഇവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുസ്ലിം ലീഗിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള ഫൈസൽ നടേരി പിടിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനൊരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണക്കടത്തുകൾ പിടിക്കപ്പെടുന്നു, ഹവാല പണം പിടിക്കുന്നു, ഇതിനെയൊക്കെ മറ്റൊരു തരത്തിലേക്ക് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന വലിയ പത്രസമ്മേളനങ്ങളിലൂടെ വലിയ ആക്ഷേപങ്ങളിലൂടെ പുകമറ സൃഷ്ടിച്ച് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം. ഒരു പോലീസ് എന്തോ ഒരു സാഹചര്യം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് തിരൂരിൽ പോയി വലിയ മറ്റൊരു ഗോളിലക്കം സൃഷ്ടിച്ച് അങ്ങനെ ആകെക്കൂടി നമ്മൾ പറയാറുണ്ടല്ലോ, ഈ കുളം കലക്കി മീൻ പിടിക്കുക എന്നുള്ളൊരു ശ്രമം നടത്തുന്നത് പോലെ ഒരു നിലവാരമില്ലാതെ അൻവറിന്റെ കാര്യത്തിൽ ഇപ്പോൾ വസീഫ് പറഞ്ഞതൊക്കെയും കേരളം നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അതായത് അദ്ദേഹം തന്നെ കുറേയേറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങൾ ഒക്കെ തന്നെയും നിലനിൽക്കാത്തതാകുന്നു. മാത്രവുമല്ല, മറുഭാഗത്ത് താങ്കൾ പറഞ്ഞതുപോലെ പോലീസ് അന്വേഷിക്കുന്നു, മുഖ്യമന്ത്രി തന്നെ അതിൻ്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം വിശദീകരിക്കുന്നു. അതോടുകൂടി തന്നെ അൻവർ പറഞ്ഞതൊക്കെ ദുർബലപ്പെടുകയും അന്വേഷണങ്ങൾ ഓരോന്നും മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, യാതൊരു സംശയവുമില്ല. അതിനിടയിൽ സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ലീഗ് നേതാക്കൾ, ജില്ലാ പഞ്ചായത്ത് അംഗം, അതുപോലെ കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള ഡോക്ടർ MK മുനീർ പ്രതിനിധാനം ചെയ്യുന്ന കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള അമാന എംബ്രേസ് എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തുകാർ, ഇതെല്ലാം വെളിപ്പെടുത്തി ഏറ്റവും അധികം വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പരമ്പരയായി ചെയ്തത് കൈരളി ന്യൂസാണ്. ഒരു കാര്യം വസീഫ് പറഞ്ഞ ശരിയാണ്. ഇത്തരം വിവാദങ്ങളും പലതും ഉണ്ടാകുമ്പോൾ, ഐക്യമുന്നണി രാഷ്ട്രീയത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ വല്ലാതെ അതിൽ മയപ്പെടുന്നതും അതിലൊരു താല്പര്യമില്ലാതെ മാറി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ എന്താ പറയുക, ഒരു സംരക്ഷണം ഒരുക്കുന്നതുമൊക്കെ വളരെ പ്രകടമായി സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും കൈരളി ന്യൂസാണ് അതുമായി ബന്ധപ്പെട്ട നിരന്തര വാർത്തകൾ പരമ്പര ചെയ്തത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം ഇവിടെ വസീഫിനോട് ഒന്നുകൂടിയുണ്ട്. ശ്രീ നിയാസ് ചർച്ചയിലേക്ക് എത്തുന്നു, ശ്രീ സജീവൻ എത്തിയിട്ടുമുണ്ട്. അതായത് പക്ഷേ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ചില സംഭവങ്ങളിൽ നിന്ന് വസീഫ് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ചിലരെങ്കിലും നിരീക്ഷിക്കുന്ന, ചിലരെങ്കിലും വിമർശിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. അങ്ങനെ വിശ്വാസ്യത ആകെ നഷ്ടപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കൂടുതൽ ദുർബലനായി നിന്ന അൻവറിന് ഒരു ആശ്വാസമായി മാറിയത് ആ പോലീസ് നടപടിയും അറസ്റ്റും മറ്റുമല്ലേ? CPM-നെതിരായി ഫൈറ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ തൃണമൂലിൻ്റെ ആഫീസിൻ്റെ വാതിക്കൽ ചെന്ന് കയറാൻ
UDF-ന് വീണ്ടും അൻവറിനൊപ്പം സെറ്റ് ചെയ്യാൻ ഒക്കെ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത് ഈ പോലീസ് നടപടി കൊണ്ടാണ് എന്ന ചില വിമർശനങ്ങൾ ഇടതുപക്ഷത്തിന് നേരെ, സർക്കാരിന് നേരെ ഉയരുന്നുണ്ടല്ലോ. മറുപടി. ഒരു പോലീസ് നടപടി എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ആളുകൾക്ക് അറിയാത്തതൊന്നുമല്ല. പോലീസ് നടപടി വളരെ കൃത്യമായിട്ടുള്ളത് തന്നെയാണ്. ഒരു സമരം കഴിഞ്ഞാൽ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ, പ്രത്യേകിച്ച് സമരം എന്ന് പറയുന്നത് സാധാരണ സമരമല്ല, അവിടെ പോയിട്ട് പ്രസംഗിച്ച് ഉദ്ഘാടനം നടത്തി ഇങ്ങ് പോകുന്നതല്ല, അക്രമം നടന്നതാ. അതിൻ്റെ എത്ര ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ആ അക്രമത്തിന് നേതൃത്വം കൊടുത്തത് MLA അല്ല എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റും? അവിടെ വലിയ അക്രമമല്ലേ നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് കേസ് എടുക്കില്ലേ? നിയമപരമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ലേ? ഇപ്പോൾ ഇവിടുത്തെ ഞങ്ങളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളല്ലേ? ഞങ്ങളുടെ എത്ര MLA-മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? ഞങ്ങളെ സമരത്തിന് നേരെ വെടിവെച്ചിട്ടില്ലേ ഇവിടെ UDF? വെടിവെച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ല. വളരെ സമാധാനത്തോടു കൂടി ആ സമരത്തെ നേരിട്ടു. അതിനുശേഷം സമരത്തിന് നേതൃത്വം കൊടുത്ത ആളെ പോയിട്ട് അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി, അദ്ദേഹത്തിന് ജാമ്യവും കിട്ടി. അതിനെന്താ പ്രശ്നം? അതുകൊണ്ടാണോ അൻവർ പോയത്? ഇതിനു മുമ്പല്ലേ ഈ കേസും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പല്ലേ ഇദ്ദേഹം കേരളത്തിലുടനീളം നടന്ന് എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്? വലിയ വെല്ലുവിളി, ഇതാ തൃക്കാക്കരയല്ല ചേലക്കര ഞങ്ങളിതാ ജയിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? പാലക്കാടും ചേലക്കരയിലും DMK, അൻവറിൻ്റെ DMK ശക്തി തെളിയിക്കും. അവസാനം പ്രഖ്യാപിച്ച ഇതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ പാലക്കാട് DMK കാണാതെയായി. പിന്നെ ചേലക്കരയിൽ നടന്ന എന്താ നമുക്കറിയാം. അവിടെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വന്ന ആളാണ് ചേലക്കരയിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്നത്. കോൺഗ്രസിനെ വിമർശിച്ചു വന്ന ആൾ ചേലക്കരയിൽ ഇദ്ദേഹത്തോടൊപ്പം കൂടി. ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം തന്നെ നിൽക്കണം എന്ന ആഗ്രഹം അൻവർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് എന്താ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കണം. അതൊരു പക്ഷേ നിയാസ് പറയുമായിരിക്കും. ഞാൻ വരാം. ഞാൻ ശ്രീ നിയാസ് ഈ ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രതിനിധി ശ്രീ അഡ്വക്കേറ്റ് PM നിയാസ്. ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില കാര്യങ്ങളിലെ ഒരു ഭാഗം, ഒരു ചെറിയ വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ ശ്രീ നിയാസിലേക്ക് വരാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA-ക്കെതിരെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്. പിന്നെ എന്നോട് അഴിമതി ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ പൊതുമാപ്പ് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു. ഇവിടെ അൻവർ എന്ന വ്യക്തിയുടെയോ രാഷ്ട്രീയ നേതാവിൻ്റെയോ വിശ്വാസ്യത എത്രമാത്രം തകരുന്നു എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവും ഉദാഹരണവുമാണ് ഇന്ന് സംഭവിച്ചത്. നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ച ഗൗരവമായ ഒരു ആരോപണത്തെ ഗൗരവമാണ് എന്ന് അദ്ദേഹം തന്നെയാണ് പിന്നീട് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് പുതിയ രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഒരു ഘട്ടത്തിൽ വെച്ച് ഇങ്ങനെ മാപ്പു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ശ്രീനിയാസ്, അൻവറിൻ്റെ വിശ്വാസ്യതയില്ലായ്മ എന്നുള്ളത് അൻവർ വലിയ നിലയിൽ നേരിടുന്നൊരു വെല്ലുവിളിയാണ് കേരളീയ സമൂഹത്തിന് മുമ്പിൽ. പറഞ്ഞതൊക്കെയും ദുർബലപ്പെടുകയും പരാജയപ്പെടുകയും തെറ്റാവുകയും ആളുകൾ കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ചിരി വരും വിധത്തിലേക്ക് ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് വെച്ച പോലെ പറയുന്ന പല കാര്യങ്ങളും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇന്ന് ഇങ്ങനെ ഒരു മാപ്പ്, പൊടുന്നനവേ ഒരു മാപ്പ് പറയുന്നു. ഉടൻ തന്നെ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ, തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിക്കുന്നു. ഉദാരമനസ്കനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന മട്ടിൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് അൻവറിനോട് ക്ഷമിക്കുന്നു. എന്തൊരു തിരക്കഥയാണ് നിയാസിത്. നോക്കൂ, ഈ കാര്യത്തിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്നു. ഒരു ഇടതുപക്ഷ ജനാധിപത്യയുടെ 2 തവണ നിയമസഭയിലേക്ക് ജയിച്ച ഒരു MLA, അദ്ദേഹം ഇടതു മുന്നണിക്കെതിരായും കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായും കേരളത്തിലെ ADGP നേതൃത്വത്തിൽ നടക്കുന്ന വളരെ മ്ലേച്ഛവും ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഇടപാടുകളെ സംബന്ധിച്ച് അദ്ദേഹം തുറന്നു പറയുന്നു. അത് സ്വർണ്ണക്കള്ളക്കടത്തുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടക്കുന്ന ഒരു കാലത്തും ആരും ചെയ്യാത്ത, അങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു. തുടർച്ചയായ അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോയ അദ്ദേഹം രാജിവെക്കുന്നു. രാജിവെച്ച് അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു. പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം പറയുന്നത്, എന്നെക്കൊണ്ട് എൻ്റെ അന്നത്തെ നേതാക്കന്മാർ പറയിപ്പിച്ച കാര്യങ്ങളാണ്, അതിൽ ഞാൻ നിർവ്യാജം ഖേദിക്കുന്നു, അത് ഞാൻ പറയാൻ പാടില്ലാത്തതായിരുന്നു.
അവിടെ എന്താണ് എൻ്റെ ഇവിടെ ഇവിടെ നിങ്ങളൊക്കെ ശരത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വിചാരിക്കും ഇത് MLA ആയിട്ടുള്ള അൻവർ പറഞ്ഞതാണെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു മിനിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രീതിയിൽ കോൺഗ്രസിന് ജനാധിപത്യം ഉണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും എന്തും പറയാൻ പറ്റും. അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ പിണറായി വിജയൻ പറയണം. അവിടുത്തെ ഒരു MLA എന്ത് സംസാരിക്കണം? പിണറായി വിജയൻ്റെ തിരക്കഥ വേണം. പിണറായി വിജയനെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളുടെ ഇൻഡാസ് കിട്ടാതെ ഒരക്ഷരം, ഒരു വാക്ക് ഉച്ചരിക്കാൻ അവകാശമില്ലാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയമസഭാ അംഗമായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ഇത് മാത്രമല്ല എന്തെല്ലാം പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയിപ്പിച്ചതൊക്കെ തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് തെറ്റാണെന്ന് പറഞ്ഞത്. അവിടെ ഒരു സംശയമാണ്, നിയാസിനോട് തന്നെയാണ് ഒരു സംശയമാണ്. അങ്ങനെയാണെങ്കിൽ കാണുന്നവർക്ക് ഇത് ഒന്നാന്തരം രാഷ്ട്രീയ തിരക്കഥയാണ്, UDF-ലേക്ക് കയറിപ്പറ്റാൻ വേണ്ടി എന്തെല്ലാം പരിശ്രമം നടത്തുന്നു എന്നൊക്കെ നമ്മൾ കണ്ടുവന്നതാണ്. അതിലടുത്ത പരീക്ഷണം നടത്തുന്ന ഒരു ഘട്ടത്തിൽ അത് വലിയ തോതിൽ മുഖം തിരിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെ കണ്ടതാണ് ഒരു ഘട്ടത്തിൽ അൻവറിൻ്റെ കാര്യത്തിൽ. കഴിഞ്ഞ തവണ പോലും, കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അത് സംഭവിച്ചു. അത് കഴിഞ്ഞ് പൊടുന്നനവെ അദ്ദേഹത്തെ ഏറ്റവും അധികം അനിഷ്ടം അദ്ദേഹത്തിലുണ്ടാക്കിയ വിഷയത്തിൽ അൻവർ വന്ന് മാപ്പ് പറയുന്നതോടുകൂടി അദ്ദേഹം സെറ്റാവുകയാണ്, സെറ്റിൽ ചെയ്യുകയാണ്. താങ്കളിപ്പോൾ പറഞ്ഞത് ഏതൊക്കെയോ നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നാണെങ്കിൽ ഈ നാളിതുവരെ വലിയ ഗംഭീരമായ വെളിപ്പെടുത്തൽ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ അൻവർ സ്വന്തം കണ്ടെത്തലായി അവതരിപ്പിച്ച മുഴുവൻ സാധനങ്ങളുടെയും ഗതിയും അവസ്ഥയും വളരെ പരിതാപകരമല്ലേ? ഇതിനൊന്നും ഒരു വാല്യൂമില്ല എന്നുകൂടി നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. രണ്ടും രണ്ടാണ്. ഇത് വ്യക്തമായി നിയമസഭയിൽ സമയം അനുവദിക്കുന്ന ആരാ? പാർട്ടി. നിയമസഭയിൽ എന്തെല്ലാം വിഷയങ്ങൾ ഉന്നയിക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാ? പാർട്ടി. നിയമസഭയിൽ ഒരു ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ഇന്ന പോയിന്റ് ഇന്നാൾ പറയണം, ഇന്ന പോയിന്റ് ഇന്നാൾ പറയണം, അത് ഇത്ര സമയം പറയണം എന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണ്. അത് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? അത് പ്രതിപക്ഷ നേതാവ് തന്നെ അന്ന് തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് പോലും ബോധ്യമില്ലാത്ത ആരോപണമാണ് അൻവർ ഉന്നയിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ സഭയ്ക്കകത്ത് നിന്ന് ബോധ്യപ്പെട്ട് പറഞ്ഞു. അദ്ദേഹം സ്വയമേവ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ആദ്യത്തെയാൾ പ്രതിപക്ഷ നേതാവല്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് പോലും ബോധ്യപ്പെടാത്ത ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആദ്യം കണ്ടെത്തിയത് ആരാണ്? അത് പ്രതിപക്ഷ നേതാവല്ലേ? അപ്പോൾ തന്നെ മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾ തിരുത്തി പറയുന്ന ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞൊരു തിരക്കഥയാണെന്ന്. ദയവ് ചെയ്ത് ശരത്ത്, ഇവിടെ വസീഫ് സംസാരിക്കുന്ന സമയത്തൊന്നും ശരത്ത് ഇങ്ങനെ ഇടപെടേണ്ടി വന്നിട്ടില്ല. കാരണം വസീഫിന് വേണ്ടി താങ്കൾ സംസാരിച്ചു. ഞാൻ രണ്ട് ചോദ്യം ചോദിച്ചു, അപ്പോൾ താങ്കൾ വന്നിരുന്നില്ല. താങ്കൾ ആ സമയത്ത് വന്നിരുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരുന്നു. ഞാൻ അതിന് മറുപടി പറയാം. ദയവായി അങ്ങ് ക്ഷമിക്കൂ. അങ്ങല്ലല്ലോ, അങ്ങ് അവതാരകം മാത്രമല്ലേ. ചർച്ച അവതരിപ്പിക്കുന്നത് വസീഫും ഞാനും സജീവനുമല്ലേ. അങ്ങ് ഇക്കാര്യത്തിൽ ഇത്രയേറെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. വളരെ വ്യക്തമായി എനിക്ക് പറയാൻ പറ്റും, മറുപടി പറയാൻ പറ്റും. അതുകൊണ്ട് ശരത്ത് ദയവ് ചെയ്ത് എനിക്ക് മറുപടി പറയാൻ സമയം തരികയാണെങ്കിൽ ഞാൻ തരാം. താങ്കളുടെ സ്വന്തം ചാനലാണ്, താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് നിയന്ത്രിക്കാം. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അവസരം തരികയാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കും. അല്ലെങ്കിൽ വഴക്കൂടാനൊന്നും ഞാനില്ല. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ കഴിഞ്ഞ തവണ നിയമസഭയിൽ തന്നെ VD സതീശൻ പറഞ്ഞു, അങ്ങക്ക് ഇക്കാര്യം ബോധ്യമുണ്ടോ? ബോധ്യമില്ലാത്ത കാര്യം അങ്ങ് ഒരു MLA കൊണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ ഒരു MLA കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം ഫ്ലോറിൽ വെച്ച് ചോദിച്ചു. ആ ചോദ്യമാണ് ഇന്ന് VD സതീശൻ വീണ്ടും ആവർത്തിച്ചത്. വേണമെങ്കിൽ അങ്ങേക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിൽ അന്നത്തെ VD സതീശൻ്റെ പ്രസംഗം താങ്കൾക്ക് അതിൻ്റെ കട്ട് ചെയ്തിട്ട് അത് മാത്രം താങ്കൾക്ക് ഇട്ടുതരാം. ഈ ചോദ്യമാണ് ഇന്ന് VD സതീശൻ വീണ്ടും ആവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പോലും ബോധ്യമില്ലാത്ത കാര്യം എന്തിന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചു? അപ്പം നിങ്ങളിവിടെ വെടക്കാക്കി തനിക്കാക്കുക. തനിക്ക് ഇഷ്ടമില്ലാത്ത ആളെ അല്ലെങ്കിൽ തന്നെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയെ ഇല്ലാതാക്കുവാൻ ഏത് നെറികേടും ആരെ കൊണ്ടും പറയിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിന് തന്നെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതാണ് ഇന്ന് തെളിഞ്ഞിരിക്കുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞത് ഇവിടെ അദ്ദേഹം പറഞ്ഞ മറ്റെല്ലാ കാര്യത്തിലും അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ ഈ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നത്. അത് അദ്ദേഹത്തിൻ്റെതല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടാണ്. മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ട് അദ്ദേഹം നിരന്തരമായി
അത് ആ പറഞ്ഞതും Okay. ഈ പറഞ്ഞതും കൂട്ടിക്കഴിച്ച് മൊത്തം അദ്ദേഹത്തെ അങ്ങ് പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് താങ്കൾ പറയാനുള്ള താങ്കളുടെ കുശാഗ്ര yes, ബുദ്ധി. yes. ഏതായാലും ഈ ആ ബുദ്ധി ചർച്ചയിൽ ഇവിടെ കോൺഗ്രസ് എന്റെ തലയിൽ കെട്ടിവെക്കണം. റൈറ്റ്, അത് താങ്കളുടെ അഭിപ്രായം. ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ ഈ വിഷയത്തിലെടുക്കുന്ന സമീപനം തന്നെ ഇപ്പോൾ അൻവറിനെ വെളുപ്പിച്ചെടുക്കുന്ന, ന്യായീകരിക്കേണ്ടി വരുന്ന നിലയിൽ UDF അല്ല അദ്ദേഹം, എന്നിട്ടും UDF അത് ചെയ്യേണ്ടി വരുന്നു. 2, ഇക്കാര്യത്തിൽ അദ്ദേഹം മാപ്പ് പറയുമ്പോൾ അത് സ്വീകാര്യമാവുന്നു. അത് വളരെ പ്രകടമായി നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു, അതിലൂടെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മുൻപ് നടത്തിയ അവകാശവാദങ്ങളും ആരോപണങ്ങളും എന്നതും വിശ്വാസ്യതയില്ലാത്തതായി തന്നെ മാറുകയാണ്. അത് ആ നിലയിൽ ഉൾക്കൊള്ളാൻ തയ്യാറുമല്ല. ഈ നിലയിലൊരു ഇവിടെയാണ് ഒരു തിരക്കഥയുടെ ഒരു കൃത്യമായ ലക്ഷണം ഈ വിഷയത്തിൽ വന്നു ചേരുന്നത്. അങ്ങനെയുണ്ടോ ശ്രീ സജീവൻ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, അൻവർ നടത്തുന്ന ഓരോ പരിശ്രമവും, അത് നേരത്തെ തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്, UDFിലേക്ക് എങ്ങനെ കയറിപ്പറ്റാം, അതിനു വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ, മറ്റ് പാർട്ടികളുമായി ചങ്ങാത്തം കൂടി അവരുടെ അക്കൗണ്ടിൽ UDFിലേക്ക് കയറിപ്പറ്റാം എന്നുള്ളതാണോ? DMK നടന്നില്ല. ഇപ്പോൾ TMC തൃണമൂലിനെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നു, ഇവിടേക്ക് എത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരു പ്രതിബന്ധമായിട്ടുണ്ടായിരുന്നത് സതീശനെതിരെ ഉന്നയിച്ച ആരോപണമാണ്. അത് പരിഹരിക്കുന്നു, അത് വേഗം തന്നെ സതീശൻ മാപ്പ് കൊടുത്തുകൊണ്ട് സെറ്റിൽ ചെയ്യുന്നു. അതേസമയം നിലമ്പൂരിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ മത്സരിക്കാനില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. തൃണമൂലായി കേരളത്തിൽ ആ പാർട്ടിയെ വളർത്താൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷേ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ വിജയിച്ചു വന്ന ആ മണ്ഡലത്തിൽ വീണ്ടും മത്സരിച്ച് തൃണമൂലിനൊരു MLA ഉണ്ടാക്കി കൊടുക്കാൻ അൻവറിന് താല്പര്യമില്ല. എന്തു രാഷ്ട്രീയ ഗുട്ടൻസ് ആണ് ഇതിന് പിന്നിൽ ശ്രീ സജീവൻ? ഇവിടെ നിയാസ് പറഞ്ഞല്ലോ, അൻവർ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം മാറ്റി പറയുന്നത്. അതായത് പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ കാര്യം അദ്ദേഹം മാറ്റി പറഞ്ഞു, കാരണം അത് യാഥാർത്ഥ്യം പറഞ്ഞു. ബാക്കിയുള്ളതിലൊക്കെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുള്ള കാര്യം സമ്മതിക്കുക, അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് അദ്ദേഹം ഇതുവരെ മാറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ 5-6 മാസമായിട്ട് അൻവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എല്ലാറ്റിനും എൻ്റെ കയ്യിൽ രേഖയുണ്ടെന്നാണ്. സുജിത് ദാസ് മുതൽ ആണ് അദ്ദേഹം തുടങ്ങിയത്. സുജിത് ദാസിനെതിരെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്നു, പിന്നീട് അജിത് കുമാറിനെതിരെ കൊണ്ടുവന്നു. ഇവർക്കെതിരെയുള്ള മുഴുവൻ തെളിവുകളും ഞാൻ P ശശിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് P ശശിക്കെതിരെയുള്ള ആരോപണങ്ങളുമായിട്ട് പോയിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തെല്ലാം എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ പിതൃതുല്യനായിട്ടുള്ള ആളാണ്, എനിക്ക് അത്ര വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ കിങ് പിൻ, എല്ലാ അഴിമതിയുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും കിങ് പിൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മുന്നോട്ടേക്ക് പോയി. ഇത് പറഞ്ഞ സംഭവത്തിന് ശേഷം ഞാൻ പറഞ്ഞു, ഈ 6 മാസത്തിനിടയിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ് ഇതിനെല്ലാം എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോഴൊക്കെ ഇങ്ങനെ തെളിവുകൾ ഓരോന്നായിട്ട് കാണിക്കാറുണ്ട്. അന്ന് അദ്ദേഹം അറിയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇനി ഇവിടെ ഒന്നും നടക്കില്ല, ഞാൻ കോടതിയിൽ പോകാൻ പോവുകയാണെന്നുള്ളത്. ഈ ആളുകൾക്കെതിരെ, സുജിത് ദാസ് മുതൽ മുഖ്യമന്ത്രി വരെയുള്ള ആളുകൾക്കെതിരെ തെളിവുകളുമായിട്ട് ഞാൻ കോടതിയിൽ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര മാസമായി? ഇതുവരെ ഒരു തെളിവുമായിട്ട് പകരം ശ്രീ സജീവൻ, P ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഇതിനോടകം 2 ക്രിമിനൽ കേസ് കൊടുത്തു കഴിഞ്ഞു. 2ലും സമൻസ് പോയ വാർത്തയും നമ്മുടെയൊക്കെ മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇന്നിപ്പോൾ വീണ്ടും പറഞ്ഞപ്പോൾ വൈകുന്നേരം P ശശിയുടെ വാർത്ത നമ്മളൊക്കെ തന്നെ എല്ലാ മാധ്യമങ്ങളും കൊടുത്തു. ഇത് വലിയ കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞതെല്ലാം കളവാകുമ്പോൾ അത് ന്യായീകരിക്കാൻ വേണ്ടി വലിയ നുണകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനെതിരെയും കേസ് കൊടുക്കുന്നു, ക്രിമിനൽ കേസുകളാണ്. അങ്ങനെ വന്നാൽ അത് എനിക്കൊന്ന് 3ാമത്തെ കേസായിരിക്കും. 2 കേസിൽ ഇതിനോടകം തന്നെ സമൻസ് പോയി കഴിഞ്ഞു. ശ്രീ സജീവൻ തുടരും. ശശി കേസ് കൊടുത്തു. അൻവർ അന്ന് പറഞ്ഞ്, ഞാൻ വിചാരിച്ചു അൻവറിന്റെ അടുത്ത് വലിയ രേഖ, അതേ ഓരോ തവണ അട്ടി കടലാസുകൾ കാണിക്കുന്നതൊക്കെ രേഖയാണ്. ഒരു രേഖയെങ്കിലും കൊടുക്കണ്ടേ, എന്നിട്ട് ഈ സർക്കാരിനെ വീഴ്ത്തണ്ടേ? അത് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്കിപ്പം പറയാമല്ലോ, എനിക്ക് ശരത്തിനെതിരെയോ അല്ലെങ്കിൽ നിയാസിനെതിരെയോ ഒക്കെ ഇങ്ങനെ ശക്തമായിട്ടൊന്നും പറയാമല്ലോ. പറയുന്ന കാര്യം തെളിയിക്കാൻ, നിയമപരമായിട്ട് തെളിയിക്കും എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോകണം. അൻവർ ഇതുവരെ പോയിട്ടില്ല. അൻവർ ആവർത്തിച്ച് പറഞ്ഞു കണ്ടത്, നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാക്കിനൊരു സ്ഥിരതയാണ്. നമ്മൾ പറയില്ലേ, ഈ പണ്ടൊരു ചൊല്ലുണ്ട്, മുടിയുണ്ടെങ്കിൽ ചായച്ചും ചെരിച്ചും കെട്ടാന്ന്. അതേപോലെ എങ്ങോട്ടും വഴങ്ങുന്ന നാവുണ്ടെങ്കിൽ എങ്ങനെയും ചെരിച്ചും ചായച്ചൊക്കെ പറയാൻ പറ്റുന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം അൻവറാണ്. അൻവർ ഇക്കാലത്തിനിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നിട്ടുണ്ടോ? അദ്ദേഹം ഓരോ കാര്യത്തിലും, ആദ്യം അദ്ദേഹത്തിന് ശശിയെ വലിയ താല്പര്യമായത്, ശശിയോ എനിക്ക് വിശ്വാസമാണ്, അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ശശിയാണ് എല്ലാറ്റിനും കുഴപ്പക്കാരെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി എനിക്ക് പിതൃതുല്യനാണെന്ന് പറഞ്ഞു. പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഇതിനിടയിൽ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വിരുദ്ധമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ പൂരം കലക്കലിനെ കുറിച്ച് ആദ്യം VD സതീശൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ
അദ്ദേഹമാണല്ലോ ആദ്യം പുറത്തു വരുന്നത്. ആ സമയത്ത് പറഞ്ഞു ഞാൻ പറയാൻ നിൽക്കുകയായിരുന്നു, സതീശനെ അടിച്ചു മാറ്റിയതാണ്. ഇതിന് പിറകിൽ, ഈ പൂരം കലക്കലിന് പിറകിലുള്ളത് VD സതീശനാണെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു പോട്ടെ, നിയമസഭയിൽ പറഞ്ഞു പോട്ടെ, ആ പറഞ്ഞ കാര്യം തെറ്റാണ്, അതാരെങ്കിലും പറയിച്ചിട്ട് പറഞ്ഞതാണ് എന്നിപ്പോ അൻവർ പറയൂ. അപ്പൊ നമ്മൾ അല്ല, മാത്രമല്ല അന്ന് പറഞ്ഞതിൽ ശ്രീ സജീവൻ അന്ന് പറഞ്ഞതിൽ പ്രതിപക്ഷ നേതാവിന് വേണ്ടിയാണ് ADGP RSS നേതൃത്വത്തെ കണ്ടത് എന്ന ഒരു ആഖ്യാനത്തിലേക്കല്ലേ അൻവർ അന്ന് പോയത്? അതെ, ആഖ്യാനം അദ്ദേഹം കൃത്യമായി പറഞ്ഞു. ഇത് ഈ പൂരം കലക്കിയതിന് പിന്നിൽ സതീശനാണ്, അത് രാഷ്ട്രീയ താല്പര്യമാണ്, BJPയും കോൺഗ്രസും തമ്മിലുള്ള നെക്സസ്, അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നെക്സസ് ആണെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം CPM എന്ന് പുറത്ത് ചാടിയിട്ട് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു UDFന്റെയും LDFന്റെയും BJPയുടെയും ഉന്നത നേതാക്കന്മാർ തമ്മിൽ ഒരു നെക്സസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താണ് അദ്ദേഹം നിരുപാധിക പിന്തുണ കൊടുത്ത് സതീശനെ മുമ്പിൽ മാപ്പ് പറയേണ്ട കാര്യം എന്താണ്? ഈ നെക്സസിനുള്ള ഒരു പെട്ട ഒരാളല്ലേ ഈ സതീശൻ. ഇപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ വേണ്ടത്, അദ്ദേഹം ഇതിനിടയിൽ വേറെ പല DMK പോകാൻ നോക്കി, പറ്റിയില്ല, കോൺഗ്രസിലേക്ക് വരാൻ നോക്കിയിട്ട് അതിന് ഈ ബൽറാമനെ പോലുള്ള ആളുകളൊന്നും സമ്മതിക്കാത്തൊരു വലിയ പ്രതിഷേധം വന്നപ്പോൾ അദ്ദേഹത്തിന് അതും പറ്റുന്നില്ല. തങ്ങളുടെ അടുത്ത് പോയി നോക്കി, അവിടെ ലീഗിലേക്കും പെട്ടെന്ന് ചേക്കേറാൻ പറ്റില്ല. പിന്നീട് അദ്ദേഹം പോയതാണ് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ അടുത്ത്. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്നാലെ പോകുക പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വമുള്ള കോൺഗ്രസിനെ അതിൽ നിന്ന് മാറ്റി, അതായത് രാഹുൽ ഗാന്ധിയെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ അതിന്റെ നേതൃത്വം കോൺഗ്രസിന് കഴിയില്ല എന്ന് പറഞ്ഞ മമതാ ബാനർജിയുടെ പിന്നാലെ പോയാൽ ഈ അൻവറിനെ പിന്തുണയ്ക്കുമ്പോൾ, ഈ തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ ഈ കോൺഗ്രസിനെ തള്ളി പറയാൻ പോകുന്ന ആളാണ് മമത. അത് എന്നിട്ട് ഇദ്ദേഹത്തിന് കോൺഗ്രസിന് കഴിയില്ല എന്ന് പറയുന്നതിനെ കീ ചെയ്ത് വിളിക്കാൻ. അല്ല, ഇതിലെ സജീവൻ ഞാൻ വസീഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിലൊരു രസകരമായ പ്രശ്നം, ഇപ്പോൾ കെ സുധാകരനെയും VD സതീശനെയൊക്കെ മാറ്റി നിർത്താം. തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർട്ടായി കേരളത്തിൽ വന്ന് UDFിലേക്ക് കയറാൻ ഒരു വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്ന അൻവറിനെ എങ്ങനെയാണ് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിന് പിന്തുണയ്ക്കാനാവുക? ഏത് തരം രാഷ്ട്രീയ വിശദീകരണത്തിലൂടെ അദ്ദേഹത്തെ ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനാകും? ഒരിക്കലുമില്ല. കാരണം അത് ഇദ്ദേഹം പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പൊ അടുത്ത കാലത്തല്ല, 3 ആഴ്ച മുമ്പാണ് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മമതാ ബാനർജി പറയും ഞാനാണ് ഇന്ത്യ സഖ്യം ആകെ തകർന്നിരിക്കുകയാണ്, ഞാൻ ഏറ്റെടുത്തു കൊള്ളാം, കോൺഗ്രസിന് കഴിയില്ല എന്ന് പറഞ്ഞു. അതിനെ ശരത് പവാർ അനുകൂലിച്ചു. അവരുടെ ശരത് പവാറിന് പിന്തുണ എങ്ങനെയൊക്കെ നേടിയെടുത്തു. ലല്ലു പ്രസാദ് യാദവ് അവരെ പിന്തുണച്ചു. ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പിന്നാലെ പോകുമ്പോൾ മുല്ലപ്പള്ളി ഇപ്പൊ അവസാനം പറഞ്ഞല്ലോ, ഇത് യഥാർത്ഥ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസിന്റെ എല്ലാം ഉപ്പുവെച്ച കലം പോലെയായിട്ട് മാറുന്നുള്ള കാര്യമാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. അതായത് ഇപ്പോഴും ഈ അൻവർ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്ന, അദ്ദേഹത്തിന് കീജയ് വിളിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവാത്ത അൻവറെ എല്ലാവരെയും പൊട്ടന്മാരാക്കിയിട്ട് അൻവറിന് വേണ്ട, അദ്ദേഹം കച്ചവടക്കാരാണ്, അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹം നേടിയെടുക്കും. ഇപ്പൊ നീ അദ്ദേഹത്തിന് അറിയാം ഇവിടെ MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ TMC മെമ്പർ ആവാൻ പറ്റില്ല, അതല്ല അദ്ദേഹം അല്ലെങ്കിൽ അയോഗ്യനാക്കപ്പെടും, അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടത് അവിടെ പോകുന്നു, പറ്റുമെങ്കിൽ രാജ്യസഭാ സീറ്റ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കി കേൾക്കുന്നത്. രാജ്യസഭാ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം TMCയുടെ രാജ്യസഭാ അംഗമായിട്ട് ഇവിടെ കേരളത്തിലുണ്ടാകും. അദ്ദേഹം എവിടെ നിന്നൊക്കെയുള്ള ആളുകൾ തേടിപ്പിടിക്കേണ്ടി വരും. മമതാ ബാനർജി കോൺഗ്രസ് എന്നുള്ള ആളുകളെയാണ് തന്റെ പിന്നിലേക്ക് കൊണ്ടുവന്നത്, ഇവിടെയുള്ള കോൺഗ്രസിലെ ആളുകളെ കൊണ്ടുപോയില്ല. അതാണ് മുല്ലപ്പള്ളിയുടെ ആശങ്കയെങ്കിലും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ. വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്ന ഭിന്നസ്വരത്തിൻ്റെയും അതേ സംബന്ധിച്ചുള്ള ശ്രീ സജീവൻ്റെ നിരീക്ഷണവും ഈ കോൺടെക്സ്റ്റിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഞാൻ വസീഫിലേക്ക് വരുമ്പോൾ, വസീഫ് നേരത്തെ ശ്രീ നിയാസ് പറഞ്ഞു വെച്ചതിൽ ആണ് ഒന്ന്, ഇന്ന് പ്രതിപക്ഷ നേതാവിനെ നോട് മാപ്പ് പറയുമ്പോൾ അത് വലിയ സ്വീകാര്യതയും ശരിയായ അൻവറിനെ കാണുന്നു. എന്നാൽ മുമ്പ് പറഞ്ഞതിൽ, ഇപ്പോൾ സജീവൻ പറഞ്ഞ പോലെ ഒരുപാട് തെളിവുണ്ടെന്ന് പറഞ്ഞ അൻവറിനെ പിന്നീട് ആ വഴിയിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇനി പോലീസിൽ വിശ്വാസമില്ലെങ്കിൽ കോടതിയിൽ പോകാം, ഈ തെളിവുകൾ കോടതിയിൽ കൊടുക്കാം. മാത്രമല്ല കഴിഞ്ഞൊരു 8 വർഷക്കാലമായി ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷത്തിന് ഒരു കേസിൽ പോലും, ഒരു ആരോപണത്തിൽ പോലും സർക്കാരിനെ കോടതിയിലടക്കം തുറന്നു കാട്ടാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവരുടെ പക്ഷത്ത് നിന്ന് ആധികാരിക വിജയം നേടാനോ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഏറ്റവും ശക്തമായ വിമർശനം, പബ്ലിസിറ്റി സ്റ്റണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെന്ന് പറയുന്നത്, കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് പറയുന്നത് കേൾക്കേണ്ടി വന്നയാളാണ് പ്രതിപക്ഷ നേതാവ്. അങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തിന് ഒരുപക്ഷെ ഈ തെളിവുകളുള്ള അൻവർ കോടതിയിൽ പോയി ഒരു ഫൈറ്റ് നടത്തി പ്രതിപക്ഷത്തിനൊരു മുതൽക്കൂട്ടായനെ. ആ വഴിയിലും നമ്മൾ അൻവറിനെ കണ്ടില്ല. പക്ഷേ
സുധാകരനോട് മാപ്പ് പറഞ്ഞ സതീശനോട് മാപ്പ് പറഞ്ഞ അൻവറിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അത് ശരിയായി എടുക്കുകയും മറ്റുള്ള കാര്യത്തിൽ ഇപ്പോഴും അൻവറിൽ വലിയ വിശ്വാസമുണ്ടെന്ന് പറയാനും ശ്രമിക്കുന്ന നിയാസ് താങ്കളുടെ മുമ്പിലുണ്ട്. എന്നാൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, അൻവർ UDF-കാരനല്ല, തൃണമൂൽ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ കേരളത്തിലെ UDF ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ ശീലിച്ചു തുടങ്ങിക്കഴിഞ്ഞോ വസീഫ്? നിയാസ് പറഞ്ഞത് കേൾക്കുമ്പോൾ നേരത്ത് ഇവിടെ ഈ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷത്തെ നേതാക്കന്മാരോ പ്രവർത്തകരോ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കേരളത്തിലെ ഒരു യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി, കേരളം അർഹിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായി VD സതീശൻ ഇതുവരെ ഉയർന്നിട്ടില്ല എന്ന ബോധ്യമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാർക്കുള്ളത്. നമ്മളൊക്കെ എത്രയോ ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകളും അവരുടെ ഇടപെടലുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. KPCC പ്രസിഡന്റിനോട് വരെ മൈക്കിന് വേണ്ടി കലപില കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാചകങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ ഈ കേരളത്തിൽ? ഇവരെക്കുറിച്ച് എന്ത് പറയാനാ? ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഇതാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇടപെടാറ് എന്നല്ലേ മൈക്കിന് വേണ്ടി ബഹളം വെച്ചപ്പോൾ ഇവർ പറഞ്ഞത്. പക്ഷേ ഈ VD സതീശൻ്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റണം, എന്നിട്ട് എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു വലിയ നടക്കാത്ത സ്വപ്നവുമായിട്ട് നടക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അതിന് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുന്നു, അതിന് SDPIയെ കൂട്ടുന്നു, അതിനി അൻവർ ആണെങ്കിൽ അൻവറിനെ കൂട്ടുന്നു. അൻവർ ഇനി എന്തോ പറഞ്ഞോട്ടെ, കുറച്ച് പിണറായി വിജയനെ തെറി വിളിച്ചാൽ അതങ്ങ് നടക്കും. ഇവിടെ സകല KSUവിൻ്റെ ചെറിയ കുട്ടികൾക്കും ഇവർ എഴുതി കൊടുക്കുന്ന പ്രസംഗം ഇവർ പറഞ്ഞു കൊടുക്കുന്ന എന്താ? പിണറായി വിജയനെ തെറി വിളിക്കാനാണ്. യൂത്ത് കോൺഗ്രസിനൊക്കെ മറ്റൊരു അജണ്ടയില്ല പിണറായി വിജയനെ തെറി വിളിക്കുക. ഈ അജണ്ട മാത്രമേ ഉള്ളൂ. ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമാകാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? വസ്തുതകൾ നിരത്തി എന്തെങ്കിലും ഉന്നയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടോ? ഒന്നുമില്ല. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഞമ്മക്കും കിട്ടണം പണം എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് അധികാരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വെറും ഡയലോഗ് സതീശനാണ് ഈ സതീശൻ എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയൊരു കൂട്ടാണ് അൻവർ. എന്താ സംശയം? VD സതീശന് ഏറ്റവും പറ്റിയ ഒരു കൂട്ടാണ് ആര്? അൻവർ. പൂഞ്ഞാറിലെ PC ജോർജാണ് നിലമ്പൂരിലെ PV അൻവർ എന്ന് ഇതിനോടകം ഈ കേരളം അംഗീകരിച്ചതല്ലേ. അതുകൊണ്ട് VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക്, കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം കുറേയേറെ പ്രശ്നങ്ങളുണ്ട് ഇതിൽ. ഇടതുപക്ഷം പോലും, ഇടതുപക്ഷത്തിൻ്റെ ഒരു സാധാരണ പ്രവർത്തകൻ പോലും ഉന്നയിക്കാൻ മടി കാണിക്കുന്ന പല ആക്ഷേപങ്ങളും ഇവരുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ പോലും ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ പാലക്കാട് നടന്ന ഒരു ഇടത്തനാട്ടുകരയിൽ നടന്ന ഒരു പ്രസംഗം നമുക്ക് ഓർമ്മയില്ലേ? എന്തൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത്? ഇതൊക്കെ അങ്ങനെ എളുപ്പത്തിൽ മറക്കാൻ പറ്റുന്നതാണോ? അതൊന്നും അങ്ങനെ എളുപ്പത്തിൽ മറക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നുണ്ടാകാം. അപ്പോൾ ഇവിടെ DMK പറ്റിയില്ല, DMKയുടെ കൂടെ നിന്ന് പിന്നീട് അത് അംഗീകരിക്കില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ തൃണമൂൽ കോൺഗ്രസിൽ പോയി, അവിടെ ഇപ്പോൾ ഒരു അംഗത്വം എടുത്തു, സ്വാഭാവികമായിട്ടും MLA സ്ഥാനം പോകേണ്ടി വന്നു. അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. എന്താണ് ഇപ്പോൾ നാളെ അദ്ദേഹം എന്താണ് പറയുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ന്യായമായും ഈ നാട് പ്രതീക്ഷിച്ചിരുന്നത് ഒരു നിയമ നടപടി നടക്കും, കൃത്യമായ തെളിവുകൾ ഹാജരാക്കും, എന്തെങ്കിലും ഒന്ന് വേണ്ടേ? നിങ്ങൾ നോക്കി എത്ര എയർ ടൈമാണ് ഈ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട എന്തൊക്കെ സംഭവങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്താണ് ഈ മാധ്യമങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ വിടുവായുത്തം കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, റൈറ്റ്. ഞാൻ ശ്രീ നിയാസ്, ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വെക്കുകയാണ്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം താങ്കളുടെ തന്നെ ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് പറഞ്ഞതും മറ്റു കാര്യങ്ങളുമാണ്. വളരെ ചുരുക്കത്തിൽ എന്നോടാണ് ചോദിച്ചത്. നിയാസിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ വീഡിയോ കൂടി കാണാം. ഒരു ചെറിയ വീഡിയോ. ആരത്? അരൾഷൊക്കത്ത് പറയുന്നത് ആര്യാടൻ്റെ മകനാ. ഉള്ളിപ്പം സിനിമയ്ക്ക് എടുത്ത് നടക്കുന്നത് കേട്ടോ. പുതിയ കഴിഞ്ഞ തവണ DCC പ്രസിഡന്റ് പ്രകാശല്ലേ മത്സരിച്ചു. അതിനു മുമ്പ് അതിന് ശേഷം പുള്ളിയുടെ സാംസ്കാരിക സംഘടന എന്തൊക്കെയായിട്ട് ആണോ എനിക്കറിയില്ല. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. സാധാരണ മനുഷ്യരായ കല്യാണത്തിനൊക്കെ കണ്ടുപിടും. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇവിടെ
ബാബുട്ടിയുടെ കാണുന്നില്ലല്ലോ, അപ്പൊ പുള്ളി കഥ എഴുതുകയാണെന്ന് പറയും. കഥ എഴുതുന്നതിന് പെട്ടെന്ന് പുറത്തു വരില്ലല്ലോ. അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഈ ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ അതിനെക്കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല. നിയാസ്, ഇത് ഒരു KPCC ജനറൽ സെക്രട്ടറി അങ്ങ് നിർത്തി ഇല്ലാതാക്കുകയാണ്. ഇത് പറയുന്ന ഒരു കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് ശീലമൊക്കെ വെച്ചിട്ട് കോൺഗ്രസിലെ മുമ്പ് പറഞ്ഞൊരു വിശാല ജനാധിപത്യത്തിൽ അവകാശപ്പെട്ടതാണ്. പക്ഷേ ഇതൊരു തൃണമൂൽ കോൺഗ്രസ്സുകാരനാണ് നീ ഇങ്ങനൊരു KPCC ജനറൽ സെക്രട്ടറിയെക്കുറിച്ച് ആക്ഷേപിക്കുന്നത്. ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നും ആ കളി വേണ്ട എന്ന് പറയാൻ ഇന്ന് കണ്ടില്ല. രണ്ടാമത്തെ കാര്യം, മുമ്പ് പറഞ്ഞ പോലെ UDFിലേക്ക് വന്നിട്ടില്ല. നിലമ്പൂർ പക്ഷേ സ്ഥാനാർത്ഥിയാവേണ്ടത് ജോയിയാണ് എന്ന് പരസ്യമായി പറയുകയാണ്. എന്ന് വെച്ചാൽ അവിടെ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ക്ലെയിം എനിക്കാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ വിധത്തിലേക്കാണ് അൻവർ കയറി കളിക്കുന്നത്. അതിനെ വകവെച്ചു കൊടുത്തും അംഗീകരിച്ച് നിൽക്കുന്നു. അവിടെയാണ് മുല്ലപ്പള്ളിയെ പോലെയുള്ളവർ അതിൻ്റെ അപകടത്തെ ചൂണ്ടിക്കാട്ടുന്നത്. മുമ്പ് പറഞ്ഞല്ലേ VD സതീശന്, നേരത്തെ പറഞ്ഞത് കേട്ടല്ലോ വസീഫ്, VD സതീശന് ചേർന്ന ബെസ്റ്റ് കൂട്ടാണ് PV അൻവർ എന്ന്. നോക്കൂ ശരത്തെ, എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, ഈ താങ്കൾ ഇപ്പോഴും മനസ്സിലാക്കുന്ന അൻവർ പഴയ കോൺഗ്രസ്സുകാരനാണെന്നുള്ള നിലയ്ക്കല്ല. അൻവർ ഇടതുപക്ഷ MLA എന്നുള്ള നിലയിലാണ് ഇന്നും അദ്ദേഹം രാജി കൊടുത്തിരിക്കുന്നത്. ഇടതുപക്ഷ സ്വതന്ത്രനായി നിന്ന് ജയിച്ച അൻവറാണ് ഇന്ന് രാജിവെച്ചതും പത്രസമ്മേളനം നടത്തിയതും. അൻവർ ഒരിക്കലും കോൺഗ്രസ്സുകാരനായിട്ടില്ല, ആവാൻ തീരുമാനമെടുത്തിട്ടുമില്ല. അങ്ങനെ ഞങ്ങൾ കോൺഗ്രസിലേക്ക് UDFിലേക്കോ എടുക്കാമെന്ന് അംഗീകരിക്കുകയോ അങ്ങനെ ഒരു അപേക്ഷ ഞങ്ങളുടെ മുമ്പിൽ കിട്ടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ മാത്രം നിലപാടുകളാണ്. കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ, എൻ്റെ സഹപ്രവർത്തകനാണ് ആര്യാട് ഷൗക്കത്ത്. ആര്യാട് ഷൗക്കത്ത് ആരാണ് എന്താണെന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആയി മുന്നോട്ട് വന്നിട്ടുള്ള നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹം എന്ത് പറയുന്നു എന്നതുകൊണ്ട് ആര്യാട് ഷൗക്കത്തിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ആര് തീരുമാനിക്കണം എന്നുള്ളത് വസീഫോ അൻവറോ പറയേണ്ടതില്ല. അത് UDFും ആലോചിച്ച്. അല്ല, വസീഫൊന്നും പറഞ്ഞില്ല. അതാണ് ഇതിന് കീഴ്വഴക്കം. ഞാൻ ഒരു മിനിറ്റ്, വസീഫിനെ ഞാൻ പറഞ്ഞത് വസീഫ് പോലെ ആണ്. വസീഫിൻ്റെ പാർട്ടി നിലനിർത്തി 2 തവണ മത്സരിച്ച് അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് താലോലിച്ച് ഓമനിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ എല്ലാ ലാളനയും ലഭിച്ച ഒരു MLA ആയിരുന്നു. ഒരു പക്ഷേ വസീഫിനോട് പോലും ചിലപ്പോൾ പാർട്ടി വലിയ രീതിയിൽ കണ്ണുരുട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള അൻവറാണ് മലപ്പുറത്ത്, അങ്ങനെയുള്ള അൻവറാണ് നിലമ്പൂരിൽ ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറയുന്നത് കോൺഗ്രസിനോട്. ഞാനത് പറഞ്ഞോട്ടെ. അത്തരത്തിലുള്ള അൻവറാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ പാർട്ടി ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടിക്കൊരു സംവിധാനമുണ്ട്. അതനുസരിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥി തീരുമാനിക്കും. ആരുടെ അഭിപ്രായം ഞങ്ങൾക്ക് അതിൽ സ്വീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഇന്ന് അൻവർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു പറഞ്ഞത് അനുചിതമായി പോയി എന്നാണോ? കാരണം UDFിനെ പിന്തുണയ്ക്കുന്ന ആളായി നിൽക്കുകയാണ് അൻവർ, സംശയമൊന്നുമില്ല. അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ മാന്യതയും മര്യാദയും വെച്ച് UDFിൻ്റെ സ്ഥാനാർത്ഥി ജോയി ആകണമെന്നും VS ജോയി ആകണമെന്നും അതേസമയം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു അൻവർ നിങ്ങളുമായിട്ടാണ് സഹകരിക്കാൻ പോകുന്നത്, അതിൽ തർക്കമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ശൈലി അൻവർ സ്വീകരിക്കരുതായിരുന്നു എന്ന് PM നിയാസിന് അഭിപ്രായമുണ്ടോ? നോക്കൂ, 100% ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ച ഇടപാട്, ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ മറ്റൊരു പാർട്ടിയിലുള്ള ആൾ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് അഭിപ്രായം. അത് അൻവർ എന്നല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേറെ ഒരു CPMൻ്റെയോ BJPയുടെയോ മറ്റ് ആളുകൾ, ഘടകകക്ഷികളുടെ ആളുകൾ പോലും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല. ഞങ്ങളുടെ ആഭ്യന്തര കാര്യം ഞങ്ങൾ തീരുമാനിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ സുഹൃത്തുക്കൾ പറഞ്ഞു, വസീഫും അതുപോലെ തന്നെ സജീവനും പറഞ്ഞു, ഈ പാർട്ടിയിലെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളുടെ പാർട്ടിയിലെ VD സതീഷിനെ കുറിച്ച് വസീഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾക്കൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് ഒന്നും പറയണ്ട. നിങ്ങളുടെ പാർട്ടിയുടെ തലതൊട്ടപ്പനായ VS അച്യുതാനന്ദൻ്റെ സ്ഥിതി എന്താ? അദ്ദേഹത്തിന് ആരോഗ്യമുള്ള സമയത്തുള്ള സ്ഥിതി എന്താ? അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താ? പിണറായി വിജയൻ ഒരു അക്ഷര കാമാ എന്ന് മുന്നോട്ട് പോകാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ 4 തവണ MLAയും 2 തവണ MLAയും 4 തവണ MP-യുമായിരുന്ന സുരേഷ് കുറുപ്പിനെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഒന്നുമില്ലെങ്കിൽ അവരെല്ലാം ഒരു പാർട്ടിക്കാരാണ്. തൃണമൂൽ കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിനെ ഡിറ്റക്ട് ചെയ്യുന്നു, അതല്ലേ വ്യത്യാസം. ഒരു തൃണമൂൽ കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ആവണം എന്ന് നിർദ്ദേശിക്കുന്നു, ഇതാണ് വ്യത്യാസം. മറ്റത് അവരെല്ലാം CPM ആണ്. പറഞ്ഞു
ഞാൻ 2-3 തവണ തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ താങ്കൾ ഇടപെടുകയാണെങ്കിൽ എനിക്ക് ഇനി ഒരു കാര്യം തീരുമാനിക്കേണ്ടി വരും. ശരത്തിന്റെ നേതൃത്വത്തിലുള്ള താങ്കളോട് തന്നെയാണ് എൻ്റെ ചോദ്യം. ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ശരത്ത് ദയവ് ഞാനിപ്പോ Yes, ആകെ പറഞ്ഞോളൂ. ഞാനിപ്പോ സമയം നോക്കിയിട്ടാ പറയുന്നത്. ഞാൻ ആകെ 2 മിനിറ്റേ എടുത്തുള്ളൂ. ആകെ 2 മിനിറ്റ് എടുത്തുള്ളൂ. 1 മണിക്കൂർ ചർച്ചയിൽ അത് പറയാൻ അങ്ങ് അനുവദിക്കും. ജി സുധാകരനോട് നിങ്ങൾ കാണിക്കുന്ന, സുരേഷ് കുറുപ്പിനോട് നിങ്ങൾ കാണിക്കുന്ന നിലപാട്, കേരളത്തിലെ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദനോട് നിങ്ങൾ കാണിച്ച നിലപാട് ഒന്നുമല്ല ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് കാണിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി വളരെയേറെ കോടിയലായി ഞങ്ങൾ മുന്നോട്ട് പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ പാർട്ടി നേതാക്കന്മാരെ കാലാകാലങ്ങൾ എന്തിന് പി ജയരാജനോട് എടുത്ത നിലപാട്, ഈ പി ജയരാജനെ നിങ്ങൾ കുന്നിക്ക് പുറത്തിട്ട് താഴത്തേക്ക് ഇട്ടത്, ഇതൊക്കെ രാജിവെച്ചതാണെന്ന് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറയുന്നു. അദ്ദേഹം പറയുന്നു ഞാൻ രാജിവെച്ചതല്ല. അപ്പോൾ നിങ്ങളെ നേതാക്കന്മാരെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിലെ കാര്യങ്ങൾ അത് ഞങ്ങൾ പറയും. അവനവൻ്റെ പുറം നോക്കിയിട്ട് മറ്റുള്ളവൻ്റെ പുറം ചൊറിയേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പുറം ചൊറിഞ്ഞാൽ മതി, മറ്റുള്ളവരുടെ പുറം ചൊറിയാനുള്ള കാര്യങ്ങൾ ഞങ്ങളായിക്കോട്ടെ. ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്, ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്, ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ അവിടെ സ്ഥാനാർത്ഥി തീരുമാനിക്കും. ആരെല്ലാം ഞങ്ങളെ പിന്തുണയ്ക്കുന്നു അത് അവരുടെ താല്പര്യമാണ്. ആ താല്പര്യങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള അതാത് കാര്യങ്ങളിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം ഞങ്ങൾ ഇക്കാര്യവും അംഗീകരിക്കും. അതല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ MLA ആയി മത്സരിച്ച് വിജയിച്ചിട്ടുള്ള നിലമ്പൂരിലെ MLA-യുടെ വക്കാലത്ത് ഞങ്ങൾക്ക് എടുക്കേണ്ട കാര്യമില്ല. അൻവറിന്റെ വക്കാലത്ത് അൻവർ തന്നെ എടുക്കുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ വക്കാലത്തേ ഉള്ളൂ. തീർച്ചയായും ഈ ചർച്ചയിൽ ഇപ്പോൾ PM നിയാസ് പറഞ്ഞ നിലയിലുള്ള ഒരു വിയോജിപ്പിൻ്റെ ഒരു ശക്തമായ രാഷ്ട്രീയ സ്വരം വസീഫ്, ഞാൻ ശ്രീ സജീവനോടും ചോദിക്കുകയാണ്, ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ഈ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന നേതാക്കളിൽ നിന്ന് അത്ര ശക്തമായിട്ടുണ്ടായോ വസീഫ്? അദ്ദേഹം CPM-നെ പല രൂപത്തിലൊക്കെ താരതമ്യം ചെയ്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. താങ്കൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായത്, എന്താണ് മറുപടി പറയേണ്ടതെന്നുണ്ടെങ്കിൽ അതാവാം. പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഏതായാലും തൽക്കാലം തൃണമൂൽ കോൺഗ്രസ്സുകാരനായി നിൽക്കുന്ന അൻവർ കോൺഗ്രസിൻ്റെ വക്കാലത്തെടുക്കേണ്ട, ഏതാണ്ട് മുല്ലപ്പള്ളി പറഞ്ഞ ആ ഒരു മുന്നറിയിപ്പിനോട് പിന്തുണച്ചുകൊണ്ടാണ് നിയാസ് അക്കാര്യത്തിൽ സംസാരിച്ചു വെച്ചത് എന്നുകൂടി പറയട്ടെ വസീഫ്. ഇവിടെ PM നിയാസ്, എൻ്റെ സുഹൃത്തിൻ്റെ മനനായിട്ടുള്ള ഈ പാനലിസ്റ്റ് എന്തൊക്കെയാ പറഞ്ഞു പോകുന്നത്. ഇവിടെ VS അച്യുതാനന്ദനെയോ G സുധാകരനെയോ സുരേഷ് കുറുപ്പിനെയോ ഒക്കെ CPM എന്തെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടോ? CPM എവിടെയെങ്കിലും അവരെയൊക്കെ മോശമാക്കിയിട്ടുണ്ടോ? ഞാനിവിടെ VD സതീശനെ കുറിച്ച് പറഞ്ഞതെന്താ, VD സതീശൻ ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷ നേതാവല്ല എന്നുള്ള അഭിപ്രായം ആർക്കുണ്ട് എന്നുള്ളതാ, കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട് എന്നുള്ളതാ. അതിവർ നെഞ്ചത്ത് കൈവച്ച് പറയട്ടെ ഇല്ല എന്ന്. അത് പറയാൻ പറ്റുന്നില്ലല്ലോ. അത് നിങ്ങൾ പറയണ്ട, നിങ്ങളുടെ ആളുകളുടെ എത്ര ആളുകളാ ലിയാസി. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ മിണ്ടിയിട്ടില്ല, അല്ല, ആക്ഷേപം ആ വിമർശനം എന്നോടാണ്, അദ്ദേഹത്തിന് എന്നോടാണ്, ഞങ്ങൾ തമ്മിലാണ് സംസാരിച്ചത്. നമ്മൾ കണ്ടതാണ് ഒരു അതെ ഇവിടെ ഞാൻ പറഞ്ഞത്, ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ, അതും തൃക്കാക്കര അല്ലേ അത് അന്ന് തെരഞ്ഞെടുപ്പിന്റെ വിജയം വന്ന സമയത്തോ, ഇവര് പത്രസമ്മേളനം നടത്താൻ പോകുമ്പോൾ പരസ്യമായി മൈക്കിന് അടിപിടി കൂടുകയാണെന്നേ, പുതുപ്പള്ളി, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുകയാണെന്നേ. ആരൊക്കെ? KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. അല്ല, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. എന്തൊരു അരോചകമാണ്. എന്നിട്ട് തെറി വിളിച്ചപ്പോൾ വളരെ കൂളായിട്ട്, അതൊക്കെ ഞങ്ങൾ പരസ്പരം അങ്ങനെയുള്ള ഭാഷയിലാണ് സംസാരിക്കാറ്, ഞങ്ങൾ അങ്ങനത്തെ വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കാറ് എന്നങ്ങ് പറഞ്ഞു പോവാ. ആ സാഹചര്യം ഞാനിവിടെ പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ ഒരു അന്തരീക്ഷം എന്താ? ഇവര് ഒരു അധികാരത്തിന് വേണ്ടി, ഞാൻ പറയുന്ന രാഷ്ട്രീയതാണ്, അധികാരത്തിന് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരുടെ കൂട്ടമായി കേരളത്തിലെ കോൺഗ്രസിനെ ഇന്ന് VD സതീശൻ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിനകത്തുണ്ട് എന്നുള്ളതാണ്. അത് എന്നെ കേൾക്കുന്ന യഥാർത്ഥ കോൺഗ്രസ്സുകാർ അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്നുണ്ടാകും. അതുണ്ടാകും. അവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുന്നതിൽ, അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് SDPI-യുമായി സഹകരിക്കുന്നതിൽ, അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അൻവറുമായി സഹകരിക്കുന്നതിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനെന്തിനാ ഇങ്ങനെ ആക്ഷേപിച്ച് മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഈ അൻവറിനെ പോലെയുള്ളവരായാലും
ഈ സമൂഹത്തിൽ എന്ത് ആക്ഷേപം ഉന്നയിക്കുന്നവരായാലും സമൂഹത്തിൽ ഒരു വിലയില്ലാത്തവരായാലും ഇപ്പൊ മറുനാടൻ നിങ്ങൾ കണ്ടോ, മറുനാടൻ ഉൾപ്പെടെ ഇവരുടെ പക്ഷത്ത് തന്നെ നിൽക്കൂ. ഇതുവരെ മറുനാടനെതിരെയായിരുന്നു അൻവർ പോരാടിയിരുന്നതെങ്കിൽ നാളെ അൻവറും മറുനാടനും ഒറ്റക്കെട്ടാവും. ഇതൊക്കെ ഈ കേരളത്തിൽ കണ്ടതാ. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. ഈ മറുനാടൻ പിണറായി വിജയനെതിരെയാണ് ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ നടത്തുക. അതേ മറുനാടനെതിരെ നേരത്തെ അൻവർ സംസാരിച്ചു, മറുനാടനെതിരെയുള്ള പോരാട്ടത്തിൽ എൻ്റെ കൂടെ നിന്നില്ല എന്നൊക്കെ ആക്ഷേപം ഒരു ഭാഗത്ത് പറഞ്ഞു. പിന്നീട് പോലീസിനെതിരെ പറഞ്ഞു, പിന്നെ പോലീസ് സ്വർണം പിടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഇതിലൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ തന്നെ സന്ദീപാനന്ദഗിരിയുടെ കേസ്, അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അതിലൊക്കെ കൃത്യമായ നിലപാട് വസ്തുതാപരമായി നിയമപരമായി എടുക്കാൻ പറ്റുന്നതെല്ലാം എടുത്ത് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇങ്ങനെ ഉണ്ടയില്ലാ വെടികൾ പൊട്ടിച്ച് മാധ്യമങ്ങൾക്കിടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ, മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ, വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവമായി ശ്രമിക്കുന്ന ആളായി മാറുകയാണ് അൻവർ. ആ അൻവറിനെ വി ഡി സതീശൻ ഏറ്റവും നല്ല കൂട്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. ഞാൻ ശ്രീ സജീവൻ, ഇപ്പോഴത്തെ ഒരു കോൺഗ്രസ് രാഷ്ട്രീയം പരിശോധിച്ചാൽ വസീഫ് പറഞ്ഞത് ഒട്ടും നിസ്സാരമല്ലാത്ത ഗൗരവമുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതൃയോഗങ്ങൾ പോലും ചേരാൻ കഴിയാത്ത സാഹചര്യം വന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണങ്ങിപ്പോകുന്ന നില വന്നു. ഇന്നടക്കം വന്നത് രാഷ്ട്രീയകാര്യ സമിതി അടിയന്തരമായി ചേരണം എന്ന നിലയിലുള്ള ശക്തമായ നിർദ്ദേശം ഹൈക്കമാൻഡ് കൊടുത്തു എന്ന രാഷ്ട്രീയ വാർത്തകൾ വളരെ സജീവമായി മാധ്യമങ്ങളിലൊക്കെ വന്നൊരു സമയം. അങ്ങനൊരു പ്രശ്നം, സുധാകരനും സതീശനും തമ്മിലുള്ള ഭിന്നത എന്നുള്ളത് ഒരു പ്രശ്നം അങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ വയനാട്ടിലെ തട്ടിപ്പുകളും ട്രഷററുടെയും മകൻ്റെയും മരണം, IC ബാലകൃഷ്ണൻ MLA ഇപ്പോൾ ഒളിവിൽ നിൽക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ മണ്ഡലത്തിൽ നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യം, DCC പ്രസിഡൻറ്റിൻ്റെ അവസ്ഥ, ഇങ്ങനെ മറ്റൊരു പ്രശ്നം. അതിനെ കൈകാര്യം ചെയ്ത നേതൃത്വം വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നു. ഇങ്ങനെ നിൽക്കുന്ന എന്നാൽ പ്രതിപക്ഷത്താണ് തന്നെ, ഭരണം പോലും ഇല്ല എന്നുള്ളത് ആലോചിക്കണം. പക്ഷേ അപ്പോൾ ഇവരുടെ അടുത്തേക്ക് സഹകരിക്കാൻ വരുന്ന അൻവർ സ്വയം ഡൊമിനേറ്റ് ചെയ്യുന്നു, സ്വയം ഡിമാൻഡ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ നിലമ്പൂരിൻ്റെ കാര്യത്തിൽ ഇന്ന് പറഞ്ഞത് ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ചിരിക്കാൻ ഇടയില്ലാത്ത വിധമുള്ള ഒരു വ്യവസ്ഥ വെക്കലാണോ? അതായത് നിങ്ങൾ ജോയിയെ മത്സരിപ്പിക്കണം, ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് കൊടുക്കരുത്, നിലമ്പൂരിൽ ഞാൻ മത്സരിക്കില്ല, പക്ഷേ ഒഴിയുന്ന MLAക്ക് ക്ലെയിം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിലൂടെ വെളിവാകുന്നൊരു രാഷ്ട്രീയ ധാരണയുണ്ടല്ലോ ശ്രീ സജീവൻ. പതിറ്റാണ്ടുകൾ ആര്യാടൻ മുഹമ്മദിനെതിരെ ഏറ്റുമുട്ടി നോക്കിയയാളാണ് അൻവർ. എന്നിട്ട് പരാജയപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിന് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു കാര്യം. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം കൂടിയാണ്. കാരണം ഇവിടെ ഞാൻ തീർച്ചയായിട്ടും ഈ സമയം എൻ്റെ സുഹൃത്ത് നിയാസിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കും. കാരണം അദ്ദേഹം യഥാർത്ഥ കോൺഗ്രസ്സുകാരനായിട്ട്, ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരനായിട്ട് പ്രതികരിച്ച അൻവറിനെ പോലും ഒരുത്തരൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ വന്നിട്ട് അഭിപ്രായം പറയാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. നല്ല കാര്യം. പക്ഷേ ഒരു സങ്കടമുള്ളത്, മറ്റ് നേതാക്കന്മാര്, നിയാസ് ഒഴികെയുള്ള മറ്റ് നേതാക്കന്മാർ ആരും ഇത് പ്രതികരിച്ചില്ല. അല്ല, ഇന്ന് രാവിലെ മുതൽ ശ്രീ സജീവൻ, ശ്രീ സതീശനോ ശ്രീ രമേശ് ചെന്നിത്തലയോ, ഞാൻ വളരെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് പറയാം, ഇവരിൽ നിന്ന് ഈ ശക്തമായൊരു കോൺഗ്രസ് ഭാഷ അഭിപ്രായം വന്നിരുന്നില്ല ഇക്കാര്യത്തിൽ. തീർച്ചയായിട്ടും ഉണ്ടായില്ല, ഒരാളുടെ അടുത്തുനിന്ന് ഉണ്ടായില്ല. കാരണം ഒരു KPCC ജനറൽ സെക്രട്ടറിയെ കുറിച്ചാണ് പറയുന്നത്, വളരെ മോശമായിട്ട്. ആദ്യം അദ്ദേഹം പറഞ്ഞത് പിന്നെ ഷൗക്കത്തോ, ആര്യാടൻ ഷൗക്കത്ത് ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ അറിയാത്ത പോലെ, ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ടാണ് പിന്നെ ആര്യാടൻ്റെ മോനോ, അയാൾ എഴുതി നടക്കുന്ന ആളല്ലേ, സിനിമാക്കാരനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുച്ഛത്തോടു കൂടി സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം സ്വരം മാറ്റിയെന്നൊക്കെ ചില മാധ്യമങ്ങൾ പറയും. അത് സ്വരം മാറ്റിയിട്ടില്ല. ഞാൻ കുറച്ചു മുമ്പ് നേരത്തെ അദ്ദേഹമായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുത്താണ്. അപ്പോഴും അൻവർ പറയുന്നത് എന്താണ്, ആര്യാടൻ ഷൗക്കത്ത് നല്ല എഴുത്തുകാരനാണ്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് നല്ലതാണ് പറഞ്ഞത്. നല്ല എഴുത്തുകാരനാണ്, നല്ല സിനിമാക്കാരനാണ്, നല്ല സാംസ്കാരിക പ്രവർത്തകനാണ്. ഇതൊക്കെ ആയിട്ടുള്ള ആൾക്ക് ആ പണിയെടുത്താൽ മതിയല്ലോ, ഓരോരുത്തർക്കും പറ്റുന്ന പണിയെടുത്താൽ പോരെ എന്ന് പറയുന്ന ആരെ കുറിച്ചാ? ഒരു KPCC ജനറൽ സെക്രട്ടറിയെ കുറിച്ചാണ്. അൻവർ കോൺഗ്രസിലുണ്ടായിരുന്ന സമയത്ത് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടില്ല, ജില്ലാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പോലും ആയിട്ടില്ല. അങ്ങനെയുള്ള അൻവറാണ് ഈ KPCC ജനറൽ സെക്രട്ടറിക്കെതിരെ പറയുന്നത്. അവിടെ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരനായിട്ട് നിയാസ് പറഞ്ഞു. പക്ഷേ മറ്റുള്ള ആളുകൾ, KPCC പ്രസിഡന്റ് മുതൽ പ്രതിപക്ഷ നേതാവ് മുതൽ ഇങ്ങോട്ടേക്കുള്ള ആളുകളുണ്ടല്ലോ,
മലപ്പുറം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാൻ BS ജോയിയുടെ തന്നെയാണ് ഉദ്ദേശിച്ചത്, BS ജോയ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ പ്രതികരിച്ചില്ല. ഒരു കോൺഗ്രസ് നേതാവിനെതിരെ, സമുന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരു നേതാവിനെ വെറും ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്, കല്യാണ വീട്ടിൽ പോലും കാണാത്ത ആളാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുക. എന്നിട്ട് അവിടെ ജോയ് മത്സരിച്ചാൽ 30,000 മുതൽ 40,000 വോട്ടിനൊക്കെ ജയിപ്പിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പം ഷൗക്കത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഷൗക്കത്ത് മത്സരിച്ചാൽ ജയിക്കോ തോൽക്കോ എന്നുള്ള പറയാൻ എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഷൗക്കത്തിനെ വേണ്ടി പ്രവർത്തിക്കുന്ന പറയുന്ന ഈ അൻവർ ഷൗക്കത്ത് മത്സരിച്ചാൽ ജയിക്കോ തോൽക്കോ എന്ന് അറിയില്ല എന്ന് പറയാൻ കാരണം ആ ഷൗക്കത്തിനെ തോൽപ്പിക്കും. അപ്പൊ കോൺഗ്രസിനകത്തേക്ക് വന്നിട്ട് കോൺഗ്രസിനകത്ത് കുറെ കാലമായിട്ട് തന്റെ ആജന്മ ശത്രുവായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ പിൻഗാമിയെയും വെട്ടി നിരത്തണം. ആര്യാടൻ മുഹമ്മദിനെ വെട്ടാൻ പറ്റിയില്ല, പിൻഗാമിയെയും വെട്ടി രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതാക്കണം, രാഷ്ട്രീയക്കാരനെയല്ല എനിക്കല്ല പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സത്യത്തിൽ കോൺഗ്രസ്സുകാർ പ്രതികരിക്കല്ലേ വേണ്ട. സത്യത്തിൽ ഞാൻ വീണ്ടും അഭിനന്ദിക്കുകയാണ്. നിയാസ് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ അടുത്തു നിന്നും ഈ രീതിയിലൊരു പ്രതികരണം ഞാൻ കേട്ടില്ല. സങ്കടകരമായ കാര്യമാണ്. റൈറ്റ്. അങ്ങനെ ആരും പ്രതികരിക്കില്ല എന്ന നല്ല ധൈര്യം ഉള്ളതുകൊണ്ട് കൂടിയാകണം PV അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വളരെ അഡ്വാൻസ് ആയി കയറി അടിച്ചതോ അങ്ങനെ ജോയ് മത്സരിക്കട്ടെ, ആര്യാടൻ ഷൗക്കത്തല്ല മത്സരിക്കേണ്ടത് നിലമ്പൂരിൽ എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡായി മാറുന്ന ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവിനെയാണ് നമ്മൾ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. ഞാൻ ശ്രീ PM നിയാസ്, ഇപ്പോൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന വിഷയങ്ങളുടെ ഒരു തുടർച്ചയിൽ നിന്ന് തന്നെയാണ് താങ്കളോടുള്ള അവസാനത്തെ ചോദ്യം. അതായത് സതീശനും സുധാകരനും ഇടയിലെ ഭിന്നത, 2 സംഘടനാ പ്രശ്നങ്ങൾ, 3 IC ബാലകൃഷ്ണൻ അടക്കം MLA അടക്കം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് വയനാട്ടിലെ പ്രശ്നങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വരുത്തി വെച്ചിട്ടുള്ള വലിയ പേരുദോഷം, അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന PV അൻവർ ഒരു സ്വയം പ്രഖ്യാപിത കോൺഗ്രസ്സുകാരനായി നിലമ്പൂരിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ഈ സംഘടനാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നേതാക്കൾക്ക് ഒത്തൊരുമയോടെ നയിക്കാൻ കഴിയില്ല എന്ന നല്ല തിരിച്ചറിവോടെ അൻവറിൻ്റെ രാഷ്ട്രീയം കളിക്കുകയാണ്, കോൺഗ്രസിന് മേൽ വിലപേശുകയാണ്. നോക്കൂ ശരത്തെ, ഞങ്ങൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങളങ്ങനെ പറഞ്ഞുണ്ടാക്കേണ്ട കാര്യം, ഞങ്ങളെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അൻവറെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അൻവർ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അൻവറിൻ്റെ അഭിപ്രായം പറയാം, പക്ഷെ അത് ഞങ്ങളത് കണക്കിലെടുക്കേണ്ടില്ല എന്നുള്ള തീരുമാനം അത് അൻവറിനല്ല. ആര് പറഞ്ഞാലും ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുക്കും. പിന്നെ ഞങ്ങളുടെ നേതാവിനെ അദ്ദേഹം മോശമായി പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ അതിന് പറയാനുള്ള അവകാശവും അധികാരവും അതിനുള്ള യോഗ്യതയും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ നേതാക്കൾ പിന്തുണച്ചില്ല. ഞാൻ താങ്കളുടെ സമയം അപഹരിച്ചതൊന്നുമല്ല. നേതാക്കൾ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണച്ചില്ല, അദ്ദേഹത്തിന് വേണ്ട പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുത്തില്ല. അല്ല, ഞാൻ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ അഭിപ്രായം പറയാനിപ്പോൾ അതിന് VD സതീശൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. UDFൻ്റെ സ്ഥാനാർത്ഥികൾ UDFുമായി ആലോചിച്ച് പാർട്ടി തീരുമാനിക്കും. അതിനെല്ലാം വന്നല്ലോ. അപ്പൊ എവിടെ പോയി KPCC പ്രസിഡന്റ്, എവിടെ പോയി പ്രതിപക്ഷ നേതാവ്? ആര്യാടന്റെ മകനാണ് KPCC സെക്രട്ടറിയാണ്. അങ്ങനെയല്ല, നിങ്ങൾ ചോദ്യം ചോദിച്ചത് അദ്ദേഹത്തിനോട് സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചാണ്. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. പിന്നെ ഇവിടെ ഒറ്റ കാര്യം താങ്കൾ പറഞ്ഞത് വയനാട്ടിലെ കാര്യങ്ങൾ. വയനാട്ടിലെ NM വിജയയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുടെ പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവ്, അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയ ഉടനെ നടപടിയെടുക്കും. പക്ഷെ അതിനേക്കാൾ വലിയ സംഭവം അവിടെ ബ്രഹ്മഗിരി ഇടപാടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 400 കോടി രൂപയാണ് സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ പണം പിടുങ്ങിയിരിക്കുന്നത്. അതുകൂടി വസീഫിനെ പോലെയുള്ള പാർട്ടി നേതാക്കന്മാർ അതുകൂടി ബോധ്യപ്പെടുത്തണം. വസീഫിൻ്റെ പാർട്ടിയിലെ സാധാരണക്കാരൻ്റെ പണമടക്കം 400 കോടി രൂപയാണ് പാർട്ടിക്കാർ കൊണ്ടുപോയിരിക്കുന്നത്, CPMകാർ. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടി ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് ആവശ്യമായ നടപടി എടുക്കാമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് മുന്നോട്ട് പോകും. ഇത് കാര്യത്തിൽ കൂടി നിങ്ങൾ ചെയ്യണം. ഒരു കാര്യം വ്യക്തമാണ് വസീഫെ, ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങളിൽ ആരും പ്രത്യേകിച്ച് പുറത്ത് ഇടപെടേണ്ടതില്ല. അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നാൽ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കണമെന്നുള്ള പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട വിഷയമാണ് എന്ന്
KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. യെസ്. പക്ഷേ ഞാൻ വസീഫിലേക്ക് വരികയാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം, വയനാട്ടിലെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നടക്കുന്ന കുഴപ്പങ്ങൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, അതിൽ ജയിലിൽ പോയത് ഒരു KPCC ജനറൽ സെക്രട്ടറിയാണ്. പുൽപ്പള്ളി ബാങ്കുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പോൾ ഒരു MLA ആണ് കർണാടകത്തിൽ പോയി നിൽക്കുന്നത്. അദ്ദേഹം ഭാരവാഹി അല്ല, പിന്നീടാണ് പിന്നീട് ആയിക്കോട്ടെ. അദ്ദേഹം ആ നിമിഷം അദ്ദേഹത്തിന്റെ പേരിൽ FIR വന്ന ആ നിമിഷം അദ്ദേഹം പാർട്ടിയിൽ നിന്നും മാറി. പക്ഷേ ഐ സി ബാലകൃഷ്ണൻ ഇപ്പോഴും MLA ആണ്. IC ബാലകൃഷ്ണൻ FIR വന്നു, പ്രതിയാണ്, ഒഴിഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഇവിടെ നിൽക്കുകയാണ്. 15-ാം തീയതി അങ്ങനല്ല, ജാമ്യാപേക്ഷ 15-ാം തീയതി തീരുമാനം വരികയാണ്. അത് നിയമപരമായ പ്രശ്നം. അതിൻ്റെതായ തീരുമാനങ്ങൾ പാർട്ടി എടുക്കും. ശരി, ജാമ്യം കിട്ടിയില്ലെങ്കിൽ പാർട്ടി നടപടി എടുക്കുന്നാണോ? അങ്ങനെയല്ല, പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹം അറിയിക്കും. പാർട്ടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞു, അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ, അദ്ദേഹത്തിന് ഇതിൽ എന്തെല്ലാം ഇൻവോൾവ്മെന്റ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളുടെ പാർട്ടി അന്വേഷണം. വസീഫിന്റെ പാർട്ടിയെ പോലെ അന്വേഷണം നടത്തി തീരുമാനം. സമയം തീരുന്നതുകൊണ്ടാണ്. ചെറിയ മറുപടി. ശരത്തെ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ ഒരു വലിയ പ്രിവിലേജ് ഉള്ള പാർട്ടിയാണ് കേരളത്തിൽ. അവർക്ക് എന്തും ചെയ്യാം. ആളെ കൊല്ലാം, ആളുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങാം, കോട വാങ്ങാം, അഴിമതി നടത്താം, ക്രമക്കേട് നടത്താം. അവരെ സംരക്ഷിക്കാൻ കേരളത്തിലെ ഒരു പറ്റം മാധ്യമങ്ങളുണ്ട് എന്നുള്ള വലിയ ഒരു അഹങ്കാരം കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. ഈ പറയുന്ന എല്ലാ ക്രമക്കേടുകളിലും നേരിട്ട് ബന്ധമുണ്ടായിട്ട് പോലും ഇരകളെ ആക്ഷേപിക്കാൻ നേതൃത്വം കൊടുക്കുന്നവരായി ഇവർ മാറുകയാണ്. ഞങ്ങൾക്ക് തന്നെ വളരെ വൈകാരികമായി അറിയുന്ന കാര്യമാണ് സഖാവ് ധീരജിൻ്റെ കൊലപാതകം. ഇടുക്കിയിലെ മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ് ക്യാമ്പസിനകത്ത് കയറി കുത്തിക്കൊലപ്പെടുത്തുന്നത്. അത് ഇരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം എന്നുമാണ് ഇവർ പറഞ്ഞിരുന്നത്, അല്ലേ? ഇരന്ന് വാങ്ങിയതാണ് എന്ന. ആരാണ് ധീരജ്? ഒരു കോൺഗ്രസ്സുകാരൻ്റെ മകനാണ്. ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, വയനാട്ടിലെ ഏറ്റവും ഉന്നതനായ കോൺഗ്രസ് നേതാവ് തൻ്റെ സുഖമില്ലാത്ത മകനെ കൂട്ടി ആത്മഹത്യ ചെയ്യുന്ന ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആരോടാ ഇവരിതൊക്കെ പറയുക? ഇവരെന്താ പറയുന്നത്? അതിലേതെങ്കിലും മറ്റെന്തെങ്കിലും സഹകരണം അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമുണ്ടോ? വളരെ കൃത്യമായി അദ്ദേഹം എഴുതി വെച്ചില്ലേ? ആ മനുഷ്യൻ്റെ പേര് വെച്ച് ഇവർ പണം വാങ്ങി അത് വീതം വെച്ചു എന്നുള്ളതല്ലേ അദ്ദേഹം കൃത്യമായി എഴുതി വെച്ചത്? ഇവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? ഒരു ധാർമ്മികതയില്ല. അതാ ഞാൻ പറഞ്ഞത്, അധികാരത്തിന്, രാഷ്ട്രീയ ലാഭത്തിന്, നേട്ടങ്ങൾക്ക് എന്തും ചെയ്യാൻ മടിയില്ലാത്തവരുടെ ഒരു കൂട്ടമായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവർ അൻവറിനെ എന്നല്ല, അതിൻ്റെ അപ്പുറത്തുള്ള PC ജോർജുമാരെ പോലും കൂട്ടി നടക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് കേരളത്തിലെ VD സതീശന്റെ സംഘം. ശരി, ഇവിടെ ശ്രീ സജീവൻ, നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. അതായത് ഈ തൃണമൂൽ കോൺഗ്രസ്സുകാരനായി കേരള രാഷ്ട്രീയത്തിലേക്ക് കൊൽക്കത്തയിൽ നിന്ന് തിരിച്ചു വന്ന PV അൻവർ അങ്ങനെ UDFിലേക്ക് ഒരു എൻട്രി കാത്തു നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ തോന്നുന്നൊരു സംശയം, ഈ ബംഗാൾ ദീദിക്ക് അൻവറിനെ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, അതിപ്പോ അൻവർ അവിടെ പോയിട്ട് എന്താണ് പറഞ്ഞത് നമുക്കറിയില്ലല്ലോ. അവരൊരു പക്ഷേ കൂട്ടിക്കോളാം, അത് കൺവീനറായിട്ട് പാർട്ടി കെട്ടിപ്പടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അല്ല, ഞാനതാണ് അത്ഭുതപ്പെട്ടത്. അതായത് ഇന്നൊരു വാർത്ത കണ്ടത്, ഒരു പത്രത്തിൽ കണ്ട വാർത്ത, അതായത് രാജിവെച്ച് നിലമ്പൂരിലെ MLA സ്ഥാനം രാജിവെച്ച് പൊരുതാനാണ് നിർദ്ദേശം. പൊരുതുക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വീണ്ടും മത്സരിച്ച് തൃണമൂലിനൊരു MP MLA നേടിയെടുത്തു കൊടുക്കുക. അൻവറിന് അത്ര സ്വാധീനം ഉണ്ടെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ദീദി ധരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പക്ഷേ അദ്ദേഹം അതിനില്ല, അദ്ദേഹം അത് ക്ലീനായി എന്ന് പറഞ്ഞു വെച്ചു. അല്ല, അദ്ദേഹം അതിന് തയ്യാറാവില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. മമതാ ബാനർജി ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി അവിടെ പോയിട്ട് പാർട്ടി കെട്ടിപ്പടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് അതല്ല വിശ്വസിച്ചത്. കാരണം വേറെ എവിടെയും സ്ഥാനം കിട്ടണ്ടേ? DMK-യിൽ പോയി നോക്കി, DMK-യുടെ വ്യാജപ്പേരുണ്ടാക്കിയിട്ടൊരു സംഘടന ഉണ്ടാക്കി, പലതും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളിങ്ങനെ ഈ ഒരു രാജ്യസഭാ സീറ്റിന്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. അവിടെ 3 മാസം കഴിയുമ്പോൾ ഏതോ ഒരു സീറ്റ് ഒഴിവ് വരുന്നെന്നും അത് അദ്ദേഹത്തിന് കൊടുത്തേക്കാന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. മറ്റൊന്നുകൂടിയുണ്ട്, അങ്ങനെ ഒരു വഴിയൊക്കെ ഒരുക്കി വന്നാൽ ഒരുപക്ഷെ ലീഗിൻ്റെ ഒരു സീറ്റ് അദ്ദേഹത്തിന് കൊടുത്ത് സെറ്റിൽ ചെയ്ത് മലപ്പുറം ജില്ല വിട്ട് കോഴിക്കോട് ജില്ലയിൽ മത്സരിക്കാനുള്ള ഒരു ആലോചനയോ ധാരണയോ ഇവിടെ ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ടല്ലോ ശ്രീ സജീവൻ. ലീഗ് ഇപ്പോൾ തന്നെ അവരുടെ സീറ്റിന് വേണ്ടി നേതാക്കന്മാര് പിടിവലി കൂടുന്നതാണ്. അവർ അൻവറിന് വേണ്ടി സീറ്റ് കൊടുക്കുന്നുള്ള ധാരണ എനിക്കില്ല. കാരണം അൻവർ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു
പാർട്ടി മുസ്ലിം ലീഗാണ്. അല്ല, ഈ തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടെന്നൊക്കെ ഇപ്പോൾ എന്തൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പറഞ്ഞാലും തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിൽ അങ്ങനെ അങ്ങനെ അൻവർ അതിനുവേണ്ടി ശ്രമിച്ചേക്കാം. അൻവർ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ ലീഗ് ഒരു സീറ്റ് അവർ പ്രത്യേകിച്ച് അവരുടെ ഷുഗർ സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ കൊടുത്തതുപോലെ മറ്റു പല ആളുകൾക്കും കൊടുത്തതുപോലെ സീറ്റ് കൊടുത്തുകൊണ്ട് സംരക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, ഏതായാലും 2021 കണക്ക് വെച്ച് തിരുവമ്പാടി UDF ലീഗിൻ്റെ ഷുവർ സീറ്റല്ല, ചെറിയ മുഹമ്മദ് മത്സരിച്ച് തോറ്റ സീറ്റാണ്. അവിടെ കിട്ടിയാൽ ഒരു അരക്കൈ നോക്കാമെന്ന് അദ്ദേഹം ധരിക്കുന്നുണ്ടാകാം. എന്തൊക്കെയാണോ, ഏതായാലും അതാണ് നമ്മുടെ ചർച്ചയുടെ തലക്കെട്ടായി വന്നത്. അൻവറിൻ്റെ നിലമ്പൂർ ഡീൽ അതെന്താണ് എന്ന് മെല്ലെ മെല്ലെ കൂടുതൽ വെളിപ്പെടേണ്ടിയിരിക്കും. നേരത്തെ വസീഫും സൂചിപ്പിച്ചതാണ്. പക്ഷേ PM നിയാസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മറ്റൊരു പാർട്ടിക്കാരനായി നിന്ന്, പാർട്ടി നേതാവായി നിന്നുകൊണ്ട് കോൺഗ്രസിലെ നിലമ്പൂരിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഡിക്റ്റേറ്റ് ചെയ്യാനൊന്നും ഇങ്ങോട്ട് വരണ്ട, ആ നിലയിലുള്ളൊരു വാദവും മറ്റും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഈ ചർച്ചയിൽ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു എന്ന സവിശേഷതയുണ്ട്. പക്ഷേ ഇന്ന് നേതാക്കൾ ആ നിലയിൽ അതിനെ വിമർശിക്കാൻ തയ്യാറായില്ല. ആര്യാടൻ ഷൗക്കത്തിനെ അധിക്ഷേപിച്ചിട്ടും അതിന് മറുപടി പറയാൻ, അൻവറിനോട് മറുപടി പറയാൻ പലരും തയ്യാറായിട്ടില്ല എന്നൊക്കെ ഇരിക്കുമ്പോഴാണ് നിയാസിൻ്റെ ആ രാഷ്ട്രീയ പരാമർശത്തിന് കുറെ കൂടി ഗൗരവം ഉള്ളത് എന്നതുകൂടിയുണ്ട്, സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും 3 പേർക്കും നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.